ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിന് ശേഷം വർക്ക്, എനർജി ആൻഡ് പവർ എന്നുള്ള 5ാമത്തെ ചാപ്റ്റർ. 5 മാർക്കിന് പബ്ലിക് എക്സാമിന് വെയിറ്റേജ് ഉള്ള 5 ടോപ്പിക്കുകൾ അടങ്ങിയ 5ാമത്തെ ചാപ്റ്റർ. അതാണ് വർക്ക്, എനർജി ആൻഡ് പവർ. ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ടോപ്പിക്കുകളാണെന്ന് തോന്നും, വർക്കും എനർജിയും പവറും. എന്നാൽ ശരിക്കും 3 ടോപ്പിക്കുകൾ തന്നെ. പക്ഷേ വർക്കും എനർജിയും പവറും മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കുണ്ട്. അത് കഴിഞ്ഞ് വർക്ക്, എനർജി, പവർ, അതിനുശേഷം കൊളീഷൻ എന്നുള്ള 5ാമത്തെ ഒരു ടോപ്പിക്ക് കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2 വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്താണ് ടോപ്പിക്കിൻ്റെ പേര്? സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ. ഒരു വെക്ടർ ആരാണ്, വെക്ടറിന് എക്സാമ്പിൾ എന്താണ്, വെക്ടറിനെ എങ്ങനെ എഴുതാം, എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചു? മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ. എന്നാൽ വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ല. വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ 2 തരത്തിലുണ്ട്. മാത്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണിത്. അതിലൊരു ടൈപ്പാണ് സ്കേലാർ പ്രൊഡക്റ്റ്, മറ്റൊന്ന് വെക്ടർ പ്രൊഡക്റ്റ്. ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്കേലാർ പ്രൊഡക്റ്റാണ്. എന്താണ് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്? സിമ്പിളായി മനസ്സിലാക്കുക. 2 വെക്ടർ ക്വാണ്ടിറ്റികൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വെക്ടറും വെക്ടറും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ സ്കേലാർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയും സ്കേലാർ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ആൻസർ സ്കേലാറായി പറയുന്ന ആ ഒരു മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയാം. സോ സിമ്പിളായി പഠിക്കുക. വെക്ടർ ഇൻറ്റു വെക്ടർ ഇസ് ഈക്വൽ ടു സ്കേലാർ ഈസ് കോൾഡ് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ഓക്കെ, 2 വെക്ടറുകളുടെ ഈ സ്കേലാർ പ്രൊഡക്റ്റ് നമ്മൾ എഴുതി കാണിക്കുന്നത് എങ്ങനെയാണ്? എ വെക്ടറും ബി വെക്ടറും രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ സ്കേലാർ കിട്ടുക. ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എഴുതി കാണിക്കുന്നത് വെക്ടറുകൾക്കിടയ്ക്ക് ഒരു ഡോട്ട് ഇട്ടുകൊണ്ടാണ്. എന്താ വായിക്കുക? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. ഓക്കെ, ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതുന്നത് കൊണ്ട് ഈ സ്കേലാർ പ്രൊഡക്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന്. ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, വെക്ടറും വെക്ടറും മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ സ്കേലാർ കിട്ടുന്ന രീതിയാണ് ഇതെന്ന് പറഞ്ഞു. എന്നാൽ ആൻസർ വെക്ടർ കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതിന് വെക്ടർ പ്രൊഡക്റ്റ് എന്നാണ് പറയാം. അതിന് ഡോട്ടല്ല, ക്രോസ്, സാധാരണ നമ്മൾ ഇൻറ്റു എന്നൊക്കെ വിളിക്കുന്ന ക്രോസ്. അതെ, ആ ക്രോസ് ഇട്ടുകൊണ്ടാണ് കാണിക്കുക. അപ്പോൾ അതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ അടുത്ത ചാപ്റ്ററിലാണ്. ഈ ചാപ്റ്ററിൽ സ്കേലാർ പ്രൊഡക്റ്റ് പറക്കരുത്. വെക്ടർ ഇൻറ്റു വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ. എങ്ങനെ എഴുതി കാണിക്കും? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. തേർഡ് പോയിന്റ്, ഈ എ ഡോട്ട് ബിയുടെ ആൻസർ എന്താണ്? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എന്താണ് എ, എന്താണ് ബി, എന്താണ് തീറ്റ? മറക്കരുത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. എ എന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ബിയോ? ബി ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ. ഓക്കെ, മാഗ്നിറ്റ്യൂഡൊക്കെ എങ്ങനെ എഴുതാം എന്നുള്ളത് മോഷനിൻ്റെ പ്ലെയിനിൽ തന്നെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ, ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ, ആൻഡ് തീറ്റ. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. എ വെക്ടറിനും ബി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ. എ വെക്ടറിനും ബി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് നോക്കടാ, ഞാൻ ബോർഡിൽ എ വെക്ടറും ബി വെക്ടറും കോ ഇനീഷ്യലായി വരച്ചിട്ടുണ്ട്. കോ ഇനീഷ്യൽ എന്താണെന്നുള്ളത് മോഷൻ പ്ലെയിനിൽ പഠിച്ചല്ലോ. 2 വെക്ടറുകൾ. ശ്രദ്ധിക്കണേ, നിങ്ങൾ മോഷൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ ഈ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ട് വേണം ഈ വർക്ക്, എനർജി, പവർ എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. അപ്പോഴാണ് എല്ലാ പോയിൻറ്സും ക്ലിയർ ആവും. അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോരും. ഓക്കെ, അപ്പോൾ എ വെക്ടറും ബി വെക്ടറും നമ്മൾ കോ ഇനീഷ്യലായി വരച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയ്ക്ക് ഇങ്ങനൊരു ആംഗിൾ കാണുന്നു. ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ, സോ എ ഡോട്ട് ബി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഓക്കെ, ഈ റിസൾട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വർക്കും എനർജിയും പവറും മനസ്സിലാവണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ് എന്ന് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ചില റിസൾട്ടുകൾ പഠിക്കാം. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ, സ്കേലാർ പ്രൊഡക്റ്റിൻ്റെ ഏതാനും ചില പ്രോപ്പർട്ടീസ് സിമ്പിളായി പഠിക്കാം. നോക്കണം, എ ഡോട്ട് ബി എന്താ ആൻസർ? എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ബി ഡോട്ട് എ ആണെങ്കിലോ
ബി ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. എ ബി കോസ് തീറ്റയും ബി എ കോസ് തീറ്റയും രണ്ടും ഈക്വൽ അല്ലേ. സോ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്ന് പറയാം. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ഈ പ്രോപ്പർട്ടിയെ നമ്മൾ മാത്സിലൊക്കെ കേട്ടില്ല, മാത്സിൽ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ കേട്ടാണ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. അതിനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നല്ലേ വിളിച്ചത്. അതേപോലെ ഈ പ്രോപ്പർട്ടിയെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എക്സാമിന് ഈ പ്രോപ്പർട്ടീസ് ഒന്നും കാര്യമായി ചോദിക്കാറൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായി പറഞ്ഞു പോകാം. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. എ ഡോട്ട് എയുടെ ആൻസർ എന്താണ്? എ ഡോട്ട് എ. എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ. അപ്പോൾ എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എ കോസ് തീറ്റ. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് എ വെക്ടർ. എ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ ഇവിടെ കോസ് 0 എന്ന് വരും. കോസ് 0ൻ്റെ വാല്യൂ എത്രയാണ്? അത് പറയാൻ മറന്നുപോയി. നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. കോസ് 90യുടെ വാല്യൂ 0 ആണ്. കോസ് 180യുടെ വാല്യൂ -1 ആണ്. കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ സാധിക്കണം. വലിയ പ്രയാസമാണെങ്കിൽ മാത്രം കാൽക്കുലേറ്ററിൽ അടിച്ച്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം നോക്ക്. ഓക്കെ, സോ കോസ് 0 1 ആണ്. അപ്പോൾ എ ഇൻറ്റു 1 എന്നായി, എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്നായി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ എ സ്ക്വയർ എന്നുള്ളത് എന്ന് കാണിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇത് എ ഇൻറ്റു കോസ് 0 എന്നുള്ളതിനെ നമുക്ക് എ സ്ക്വയർ എന്ന് മാത്രമാക്കിയിട്ട് എഴുതാം. നോക്കിക്കോളൂ, എ സ്ക്വയർ. എ ഡോട്ട് എ സ്ക്വയർ. ഓക്കെ, ദെൻ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എന്ന് കരുത്. എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് ഈക്വൽ ടു 90 എന്നാണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ 90. ആംഗിൾ 90 വരുമ്പോൾ കോസ് 90 0 അല്ലേ. അങ്ങനെ വരുമ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു കോസ് 90. കോസ് 90 0. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ജസ്റ്റ് എഴുതി കാണിച്ചത് മാത്രം. എ ഡോട്ട് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു, നോക്കണം, എ ഡോട്ട് ബി ചെയ്യുക, പിന്നെ എ ഡോട്ട് സി ചെയ്യുക. എ ഡോട്ട് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. നിർബന്ധമായി നിങ്ങൾ ആദ്യത്തെ 3 പോയിന്റ് ഓർത്ത് വെക്കുക. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ 0 വന്നിരിക്കും. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ കൂടി പഠിക്കാം. ഓക്കെ, അങ്ങനെ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിനെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. I cap, J cap, K cap are the unit vectors along x-axis, y-axis and z-axis respectively. എല്ലാ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ x-axis, J ക്യാപ്പിൻ്റെ ഡയറക്ഷൻ y-axis, K ക്യാപ്പിൻ്റെ ഡയറക്ഷൻ z-axis. അങ്ങനെയെങ്കിൽ ഈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ എന്തായിരിക്കും ആൻസർ? ഐ ഡോട്ട് ഐ സ്ക്വയർ എന്ന് പറയാൻ തോന്നുന്നുണ്ടാവും. ശരി, ഐ സ്ക്വയർ എന്നൊക്കെ എ ഡോട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ എ ഡോട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ. അപ്പോൾ ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ ഡോട്ട് ഐ ആൻസർ 1, ജെ ഡോട്ട് ജെ ആൻസർ 1, കെ ഡോട്ട് കെ 1. സിമ്പിൾ. ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ 1. എന്നാൽ ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ ഇതൊക്കെ പറയുമ്പോൾ നോക്കണം, ഐയും ജെയും എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ആംഗിൾ 90 അല്ലേ. ഓക്കെ, ജെയും കെയും എന്ന് പറയുമ്പോൾ വൈയും സെഡും തമ്മിൽ ആംഗിൾ 90 അല്ലേ. അതേപോലെ സെഡും എക്സും തമ്മിൽ ആംഗിൾ 90 അല്ലേ. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ കോസ് 90 0, പെർപെൻഡിക്കുലർ വെക്ടേഴ്സ്. അപ്പോൾ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് 0. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സ് വന്നാൽ ഐയും ജെയും കെയും ഐ ഒക്കെ വന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സെയിം യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ 1 ആയിരിക്കും. ഡിഫറെൻ്റ് ആയി വന്നാൽ 0. ഓക്കെ, ഇത് വെച്ച് വേണം നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ. നോക്കട്ടെ, പ്രോബ്ലം നോക്ക്. എ വെക്ടറും ബി വെക്ടറും തന്നിരിക്കുകയാണ്. എങ്ങനെ? കമ്പോണൻറ്റ് ഫോമിലാണ്. 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. ബി വെക്ടർ ആകട്ടെ 5i പ്ലസ് 4j പ്ലസ് 3k. ഫൈൻഡ് എ ഡോട്ട് ബി. ഇങ്ങനെ രണ്ട് വെക്ടറുകൾ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ, 1 മിനിറ്റ് പോലും സമയം വേണ്ടെന്ന് ഞാൻ പറയും, നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് എ ഡോട്ട് ബിയുടെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെ നോക്കണം? ഞാൻ ആ രണ്ട് വെക്ടറുകളെ ഒന്നുകൂടി ബോർഡിലേക്ക് എടുത്തെഴുതാം. എ വെക്ടർ ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. ഓക്കെ,
ആൻഡ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു 5i cap പ്ലസ് 4j cap പ്ലസ് 3k cap. ഇനി നമ്മളോട് എ ഡോട്ട് ബി കാണാൻ ആവശ്യപ്പെട്ടാൽ വളരെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നോക്കണം, ഐ ക്യാപ്പ് ഉള്ള രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 3i ഡോട്ട് 5i, ഐ ഡോട്ട് ഐ 1 അല്ലേ, അപ്പോൾ വെറും ഈ 3യും 5ഉം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15, ദാറ്റ്സ് ഓൾ. ഇനി ഐയും ജെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഐ ഡോട്ട് ജെ 0, ഐ ഡോട്ട് കെ 0, അതേപോലെ ജെ ഡോട്ട് ഐ 0. പിന്നെ ഇനി ഏത് മതി? ജെ ക്യാപ്പ് ഉള്ള രണ്ട് ടേമുകളിലെ ആ നമ്പറുകൾ. ജെ ഡോട്ട് ജെ 1 ആണ്, അപ്പോൾ 4 × 4 16. വെരി സിമ്പിൾ. ഐ ക്യാപ്പ് ഉള്ള രണ്ട് ടേമുകൾക്ക് ഇപ്പുറമുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. 3 × 5 15, 4 × 4 16. അടുത്തത് -5 × 3, -5 × 3 -15. ദാറ്റ്സ് ഓൾ. സോ 15 -15 കട്ടായി പോയി. സോ എ ഡോട്ട് ബിയുടെ ആൻസർ 16. സോ ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള പ്രോബ്ലം വന്നാൽ ഞാൻ അതാ പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും. ഐ ക്യാപ്പ് ഉള്ള ടേമുകൾ, ആ ടേമുകളുടെ രണ്ട് നമ്പറുകൾ കോയിഫിഷ്യൻ്റായി വരുന്ന ആ നമ്പറുകൾ. ഓക്കെ, അത് ആ കമ്പോണൻറ്റിൻ്റെ എക്സ് കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെയാണ്. സിമ്പിളായി ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ എ ഡോട്ട് ബി നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്. ദി ആംഗിൾ ബിറ്റ്വീൻ I cap A vector is equal to I plus j and B vector is equal to I minus j. A വെക്ടറിനും ബി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ കാണണം. എ വെക്ടർ ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ്, ബി വെക്ടർ ഐ ക്യാപ് മൈനസ് ജെ ക്യാപ്. നോക്കാം, നമുക്ക് ഈ രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. എ ഡോട്ട് ബി എന്തായിരിക്കും? എ ഡോട്ട് ബിയുടെ ആൻസർ വരിക പറ. ഐ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ 1 ആണ്. ഇവിടെ ഐ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ 1 ആണ്. ഒരു നമ്പർ എഴുതിയില്ലെങ്കിൽ 1. സോ 1 × 1 1. ജെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ 1, ഇവിടെയും 1. സോ 1 × -1 -1. സോ 1 - 1 0. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ 0 വന്നാൽ അർത്ഥം എന്താണ്? ആ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ 0. ഓക്കെ, അങ്ങനെ വരുമ്പോൾ വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. സോ ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ടോപ്പിക് നമ്മൾ സിമ്പിളായി പഠിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്കേലാർ പ്രൊഡക്റ്റ്. മറക്കരുത്, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ ഡോട്ട് ബി ബി ഡോട്ട് എ ഈക്വൽ ആണ്. എ ഡോട്ട് എ സ്ക്വയർ ആണ്. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ 0 ആയിരിക്കും ഡോട്ട് പ്രൊഡക്റ്റിന് ആൻസർ വരിക. ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ 1 ആണ്. ഡിഫറൻ്റ് ആയി വന്നാൽ 0യും 1. ഓക്കെ, പ്രോബ്ലം വന്നാൽ എ വെക്ടറും ബി വെക്ടറും തന്ന് എ ഡോട്ട് ബി കാണാൻ പറഞ്ഞാൽ ഐ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ജെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പറുകൾ, കെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ആയിരിക്കും ആംഗിൾ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക് സ്കേലാർ പ്രൊഡക്റ്റ് എന്നുള്ളത് വളരെ സിമ്പിളായി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ ടോപ്പിക് ഏതാ പറ? വർക്ക് ഡൺ. വർക്ക്. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി അല്ലെങ്കിൽ എന്താ പറയുക, ലേബർ, എഫേർട്ട് എന്ന വാക്കുകൾക്കൊക്കെ പകരമായിട്ടാണ് നമ്മൾ വർക്ക് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നു. സത്യത്തിൽ ഫിസിക്സിലെ വർക്ക് ഡെയിലി ലൈഫിലെ വർക്കുമായി വ്യത്യാസമുണ്ട്. ഫിസിക്സിൽ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയുന്നത്? ഫോഴ്സ് കൊടുത്തിട്ടൊരു ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്യിക്കണം. നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വസ്തുവിനെ തള്ളി നീക്കുക, തട്ടിത്തെറിപ്പിക്കുക. തള്ളുക, തട്ടുക ഫോഴ്സ്, നീക്കുക, തെറിക്കുക ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിലാണ് ഒരു ബോഡിയിൽ ഫോഴ്സ് കൊടുത്ത ആ ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്യിക്കുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് ഫിസിക്സിൽ പറയുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സയൻറ്റിസ്റ്റുകൾ വർക്ക് ഡൺ ഡിഫൈൻ ചെയ്തു വെച്ചത് എങ്ങനെയാണ് പറയുക? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വർക്ക് ഡൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കിക്കോളൂ, ഫോർമുല പഠിച്ചോളൂ. W ഇസ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഡോട്ട് എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല പറ. എഫ് ഡോട്ട് എസ്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എ ഡോട്ട് ബി, എ ബി കോസ് തീറ്റ. സോ എഫ് ഡോട്ട് എസ് പറ മക്കളെ. എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. എന്താ എഫ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. എന്താ എസ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് നേരത്തെ പഠിച്ചില്ലേ? എ ഡോട്ട് ബി, എ ബി കോസ് തീറ്റയിൽ എ എന്താ, ബി എന്താ, തീറ്റ എന്താ പഠിച്ചു. അത് തന്നെ. എന്താ എഫ് പറ? എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, എസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് തീറ്റ എന്ന് പറഞ്ഞാൽ? തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ
ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കണം, ഞാൻ ഇവിടെ കൊടുത്ത ചിത്രത്തിൽ ഈ ഒരു കുട്ടി ഒരു ടോയ് എന്ത് ചെയ്യാൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ ഒരു ലോറി. ഓക്കെ, ആ കുട്ടി ഈ ലോറിയുടെ ഈ അറ്റത്തായി ഒരു നൂല് കെട്ടിയിട്ട് ആ നൂലിൽ ഇങ്ങോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കളർ മാറ്റി കാണിക്കാം. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പക്ഷേ ഈ ചക്രം കറങ്ങിയിട്ട് ഇങ്ങനെയല്ലേ നീങ്ങുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. സോ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്ക് ഇതാ ഇങ്ങനെ ഒരു ആംഗിൾ തീറ്റ. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറ. വർക്ക് കാണാനുള്ള ഫോർമുല F.S F/S കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്, ഡയമെൻഷൻ എന്താണ് എന്നൊന്ന് പഠിച്ചു നോക്കണം. വർക്കിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത്, വർക്കിൻ്റെ SI യൂണിറ്റ് ഫോഴ്സ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ. ഒക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന് പറയും വർക്കിൻ്റെ SI യൂണിറ്റ്, ജൂൾ. ഓക്കെ, SI യൂണിറ്റ് പഠിക്കുക, ജൂളാണ്. വർക്കിൻ്റെ ഡയമെൻഷനോ, വർക്ക് ഡൺ കാണാനുള്ള ഡയമെൻഷൻ. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡയമെൻഷൻ പഠിക്കുന്നുണ്ട്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ML(T⁻²). പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ആകുമ്പോൾ × L. കോസ് തീറ്റക്കൊന്നും യൂണിറ്റും ഡയമെൻഷനും ഇല്ല. സോ L എന്ന് പറയുമ്പോൾ ML²T⁻². ഓക്കെ, യൂണിറ്റും ഡയമെൻഷനും ഒന്ന് നോക്കി വെക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ വർക്ക് എന്നുള്ള ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. പബ്ലിക് എക്സാമിന് ഇതുവരെ നടന്ന സകല പബ്ലിക് എക്സാമുകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ ഒരു 12-13 ചോദ്യങ്ങളെങ്കിലും കാണും വർക്കുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം അല്ലെങ്കിൽ അര മാർക്ക് വീതം. ഓക്കെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, അര മാർക്ക്, 1 മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വർക്ക് എന്നുള്ള സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വർക്ക്. ഓക്കെ, ലളിതമായി പഠിക്കുക, സിമ്പിളായി പഠിക്കുക, ഞാൻ ഈ പറയുന്നത് പോലെ പഠിക്കുക. ഫിസിക്സിൽ വർക്ക് 3 ടൈപ്പാണ്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. 3 ടൈപ്പ് വർക്ക്: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആകുക, എപ്പോഴാണ് നെഗറ്റീവ് ആകുക, എപ്പോഴാണ് സീറോ ആകുക. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല പറയും F.S എന്നല്ലേ, F/S കോസ് തീറ്റ. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സിമ്പിളായി പഠിക്കുക. ഈ ആംഗിള് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ആ വർക്ക് പോസിറ്റീവ് വർക്ക്. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവ്. 90യേക്കാൾ കുറവ് പറഞ്ഞാൽ 0 ഡിഗ്രി തൊട്ട് 89.9999 വരെ ആവാം. ഓക്കെ, എന്നാൽ ഈ ആംഗിള് 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിലോ അപ്പോൾ വർക്ക് നെഗറ്റീവ്. 91, 92, 93, 100, 120, 150, 180. ഓക്കെ, ആംഗിൾ 90യേക്കാൾ വലുതാണെങ്കിൽ നെഗറ്റീവ് വർക്ക്, 90യേക്കാൾ ചെറുതാണെങ്കിലും പോസിറ്റീവ് വർക്ക്. അപ്പോൾ ആംഗിൾ 90ക്ക് ഈക്വൽ ആണെങ്കിലോ അപ്പോൾ വർക്ക് 0 ആകും. ഓക്കെ, വർക്ക് 0 ആകുന്ന വേറെയും സാഹചര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താ പഠിക്കേണ്ടത്? 3 ടൈപ്പ് വർക്ക് ഏതാണെന്ന് പഠിക്കുക. അതിൻ്റെ പേര് എളുപ്പമാണ്: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആകുക, എപ്പോഴാണ് നെഗറ്റീവ് ആകുക, എപ്പോഴെല്ലാം 0 ആകാം. ഇതാദ്യം പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം എക്സാമ്പിളാണ്. എക്സാമിന് ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു 12-13 ചോദ്യം എന്ന് പറഞ്ഞത് ഒരു വർക്ക് അങ്ങോട്ട് പറയും. എന്നാൽ ആ വർക്ക് പോസിറ്റീവ് വർക്കാണോ, നെഗറ്റീവ് വർക്കാണോ, സീറോ വർക്കാണോ എന്ന് ചോദിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വർക്ക് എന്നുള്ള സെഷനിൽ. അതാണ് ഏറ്റവും അധികം തവണ എക്സാമിന് വന്ന ചോദ്യവും ഇനി വരാനും സാധ്യത അതാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമതായി പോസിറ്റീവ് വർക്ക്. എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആകുക പറഞ്ഞ മക്കളെ? ഇഫ് തീറ്റ ഈസ് <90. <90 പറഞ്ഞാൽ 0 മുതൽ 89.999 വരെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നോക്കട്ടോ, തീറ്റ <90 എന്നതിന് എക്സാമ്പിളായി ഞാൻ ഇതാ F-ഉം S-ഉം തമ്മിലെ ആംഗിൾ <90 ആയി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് സാധാരണ ചോദിക്കാറില്ല. എങ്ങനെ അറിയും? ഒരു ബോഡിയിൽ നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുക, ബോഡി അങ്ങോട്ട് തന്നെ നീങ്ങുക. എന്താ നോക്കണം, ഈ ബോഡിയിൽ ഫോഴ്സ് അങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റും അങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ. അപ്പോൾ അവർക്കിടക്കുള്ള ആംഗിൾ 0 ഡിഗ്രി. 2 വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ വന്നാൽ ആംഗിൾ 0 ആണെന്ന് മോഷനിൻ്റെ പ്ലെയിനിലുണ്ട്. ആ വീഡിയോ നോക്കണം, ഇല്ലെങ്കിൽ അത് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു, മുമ്പുള്ള ചാപ്റ്ററുകൾ കൃത്യമായി ക്ലിയറായി മനസ്സിലാക്കി ഇതിലേക്ക് വരണം. അപ്പോഴേ ക്ലിയറായി നമുക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോഴ്സും അങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റും അങ്ങോട്ട്, അങ്ങനെ വന്ന ആംഗിൾ 0 ഡിഗ്രി പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ ചെറുതല്ലേ. അപ്പോൾ ആ വർക്ക് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, ഒരു ബോഡി നമ്മൾ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് തന്നെ പോകുക, ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വരിക, മേലോട്ട് പൊക്കി മേലോട്ട് പോകുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ വന്നാൽ അവിടെ ആംഗിൾ 0, 90യേക്കാൾ ചെറുത്, വർക്ക് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ വർക്ക് ഡൺ ബൈ. എപ്പോഴും ശ്രദ്ധിക്കണം, വർക്ക് ഡൺ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുക ഒരു ഫോഴ്സിൻ്റെ പേരാണ്.
കാരണം ഫോഴ്സ് വേണ്ടേ വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഏത് ഫോഴ്സാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത് എന്ന് പറയണം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയെ താഴോട്ട് വലിക്കുന്ന ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് ബോഡി എന്താണെന്നുള്ളത് മോഷൻ സ്ട്രൈറ്റ്ലി എന്നുള്ള ചാപ്റ്ററിലുണ്ടല്ലോ. ഒരു ഹൈറ്റിൽ നിന്ന് ഒരാൾ ഒരു ബോഡി എർത്തിൻ്റെ അട്രാക്ഷൻ കൊണ്ട് മാത്രം താഴോട്ട് വീഴാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഈ മാർക്കർ ഞാൻ ഇങ്ങനെ വിട്ടാൽ താഴോട്ട് വീഴുക. എങ്ങോട്ടോ വീണത് താഴെ. എന്താ വീഴാൻ കാരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ട്. എങ്ങോട്ടാ? ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ട്. അപ്പോൾ ആംഗിൾ എത്ര? 0 ഡിഗ്രി. കണ്ടോ? അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫോഴ്സും താഴോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റും താഴോട്ട്, ആംഗിൾ 0 ലെസ് ദാൻ 90, വർക്ക് പോസിറ്റീവ്. അപ്പോൾ എന്താ എക്സാമിന് ചോദിക്കുക? ഒന്നുകിൽ പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിലോ കൂടുതലും ചോദിച്ചത് വർക്ക് പറയും, അത് പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ എന്ന് ചോദിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കും. വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഒരു കിണറിൽ നിന്ന് എന്ത് ചെയ്യാണ്? വെള്ളം മേലോട്ട് പൊക്കുകയാണ്. കയ്യോടെടുത്ത് പൊക്കുക എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കപ്പിയിലൂടെ ഒരു പുള്ളിയുടെ വെള്ളം നമ്മൾ കോരുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. വെള്ളം അങ്ങനെ കോരുന്ന സമയത്താണെങ്കിലും ആ ബക്കറ്റിൽ, ഇതാണിപ്പോൾ കിണർ എന്ന് കരുതിക്കോളൂ. ഓക്കെ, ഇവിടെ ബക്കറ്റ് വെള്ളം, ആ വെള്ളം നമ്മൾ മേലോട്ട് പൊക്കുകയാണ്. അപ്പോൾ ആ കയറിന്മേൽ, ബക്കറ്റിന്മേൽ മേലോട്ടാണ് ഫോഴ്സ്, ബക്കറ്റ് മേലോട്ടാണ് പൊങ്ങുന്നത്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ, ആംഗിൾ 0, വർക്ക് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോഡിയെ ഒരു ഭാഗത്തേക്ക് തള്ളി ആ ഭാഗത്തേക്ക് തന്നെ ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ വർക്ക് പോസിറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക്, നെഗറ്റീവ് വർക്ക്. എപ്പോഴാണ് വർക്ക് നെഗറ്റീവ് ആകുക? തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയേക്കാൾ വലുതാണ് ആംഗിൾ എങ്കിൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലെ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ വർക്ക് എന്താവും? നെഗറ്റീവ് ആവും. അതിന് എക്സാമ്പിൾ നോക്ക്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് അപ്പ്. ഒരു ബോഡി മേലോട്ട് പോവുകയാണ് എന്ന് കരുതുക. നമ്മളൊരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു, മേലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മേലോട്ട് പോകാൻ കാരണം നമ്മൾ അതിന്മേൽ മേലോട്ട് ഫോഴ്സ് കൊടുത്തതാണ്. ആ ബോഡി ഇപ്പോൾ പോകുന്നത് മേലോട്ടാണെങ്കിലും ഭൂമി താഴോട്ട് വലിക്കണില്ലേ? കല്ലെടുത്ത് മേലോട്ട് എറിയേണ്ടതാണ്. ഒരു ലിഫ്റ്റിൽ നമ്മൾ മേലോട്ട് പോവാം. മേലോട്ട് പോകാൻ കാരണം ലിഫ്റ്റിൻ്റെ കേബിൾ വഴി ലിഫ്റ്റിന്മേൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ മേലോട്ട് പോകുന്ന ലിഫ്റ്റിന്മേലും ഭൂമിയുടെ അട്രാക്ഷൻ താഴോട്ടില്ലേ? അപ്പോൾ ഭൂമിയുടെ അട്രാക്ഷൻ കാരണമായി ഉണ്ടാകുന്ന വർക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമായി ഉണ്ടാകുന്ന വർക്ക്, ഫോഴ്സ് താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടാണ്. നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടാണ്, ഭൂമിയുടെ അട്രാക്ഷൻ താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ആംഗിൾ എത്രയാണ് പറ? 180 ഡിഗ്രി. 180 എന്നാൽ 90യേക്കാൾ വലുതല്ലേ? കണ്ടോ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അങ്ങനെ വന്നാൽ 90യേക്കാൾ വലിയ ആംഗിളായി, വർക്ക് നെഗറ്റീവായി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് അപ്പ്. രണ്ടാമത്തെ എക്സാമ്പിൾ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ലോസ് ഓഫ് മോഷൻ പഠിച്ച് കഴിഞ്ഞിട്ടല്ലേ മക്കൾ ഈ ചാപ്റ്റർ പഠിക്കാതിരിക്കുന്നത്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് പഠിച്ചില്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മോഷനെ ഒപ്പോസ് ചെയ്യും. ഇതൊരു സർഫസ് ആണെന്ന് കരുതുക. ഇതിന് മുകളിൽ ഒരു ബോഡി, ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇരിക്കുകയാണ്. ആ ബ്ലോക്കിന്മേൽ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യാണ്. അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിലൂടെ ടാൻജൻഷ്യലായി ഇങ്ങോട്ട് എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ബോഡി നമ്മൾ അങ്ങോട്ട് തള്ളുമ്പോൾ ബോഡി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്, എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട് കേട്ടോ, അത് അപ്ലൈഡ് ഫോഴ്സാണ്. ആ ഫോഴ്സ് അങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടുമാണ്. ആ ഫോഴ്സിനെ കുറിച്ചല്ല ചർച്ച. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മോഷനെ ഒപ്പോസ് ചെയ്യും. എങ്ങോട്ടാണോ മോഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആംഗിൾ 180 ഡിഗ്രി, വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് വർക്ക് ഏതാ? വർക്ക് പറ? സീറോ വർക്ക്. എന്താ സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം. എപ്പോഴെല്ലാം വർക്ക് 0 ആകും? പഠിച്ചോളൂ. ഒന്നുകിൽ തീറ്റ 90 ഡിഗ്രി ആവുക, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരിക. ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അതല്ലെങ്കിൽ ഫോഴ്സ് 0, ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ വർക്കില്ല. അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഒരു കോൺക്രീറ്റ് വാൾ ഒരാൾ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഫോഴ്സ് ഉണ്ട്, പക്ഷേ ആ കോൺക്രീറ്റ് വാൾ നീങ്ങുന്നില്ല, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അപ്പോൾ വർക്കില്ല. അപ്പോൾ ഒന്നുകിൽ ഫോഴ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ തീറ്റ 90 ആവുക. ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ 0 വർക്കാവും. വർക്ക് 0 ആകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ ഏത്? എക്സാമിൻ്റെ റിപ്പീറ്റ് ചെയ്തുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കണം. നോക്കട്ടെ, ഞാനിവിടെ ചിത്രം കൊടുത്തിരിക്കുന്നു. ഈ മനുഷ്യൻ തലയിൽ ഒരു വെയിറ്റ്, ഒരു പെട്ടി താങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഹൊറിസോണ്ടലായി
നടന്നു പോവുകയാണെന്ന് വിചാരിക്കാം. സ്റ്റെപ്പ് കയറി മുകളിലേക്കോ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടോ അല്ല, ഹൊറിസോണ്ടലായി നടന്നു പോകും. ലെവൽ റോഡിലൂടെ, ലെവൽ ട്രാക്കിലൂടെ നടന്നു പോകും. അപ്പോൾ ഇയാൾ ഈ ബോഡി താങ്ങുന്ന സമയത്ത്, ഈ പെട്ടി താങ്ങുന്ന സമയത്ത് അയാൾ ഫോഴ്സ് കൊടുക്കുന്നത് മേലോട്ടല്ലേ? ആ ബോഡിയിൽ ഒരു ബോഡിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമെങ്കിൽ ഫോഴ്സ് മേലോട്ടല്ലേ കൊടുക്കേണ്ടത്? എന്നിട്ട് അങ്ങനെ സപ്പോർട്ട് മേലോട്ട് കൊടുത്തിട്ട് ഇയാൾ ഹൊറിസോണ്ടലായി നീങ്ങാണ്. അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിയിങ് എ ലോഡ് മൂവിങ് ഹൊറിസോണ്ടലി, മൂവിങ് ഓൺ എ ലെവൽ റോഡ്. അപ്പോൾ ആ വർക്ക് 0 വർക്ക്. ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് 0. അടുത്തത് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. മറക്കരുത്, സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ച് ലോസ് ഓഫ് മോഷനിൽ കേട്ടല്ലോ, മോഷനിനെ പ്ലെയിനിലും കേട്ടല്ലോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ബോഡിക്ക് സെൻറ്ററിലേക്കുണ്ടാകുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഇൻസ്റ്റൻറ്റിൽ ഇവൻ്റെ വെലോസിറ്റി മേലോട്ടാണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റിൽ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും മേലോട്ട്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 90 ഡിഗ്രി. വർക്ക് ഡൺ വിൽ ബി 0. സോ 3 ടൈപ്പ് വർക്ക് തെറ്റാതെ മറക്കാതെ ഓർത്തു വെക്കണം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്. എപ്പോൾ വർക്ക് പോസിറ്റീവ് ആവും? തീറ്റ ലെസ് ദാൻ 90. എപ്പോഴും നെഗറ്റീവ് ആകും? ഗ്രേറ്റർ ദാൻ 90. എപ്പോഴെല്ലാം 0 ആകും? ഈക്വൽ ടു 90, F is equal to 0, S is equal to 0. എക്സാമ്പിൾ, ഓരോ എക്സാമ്പിൾ ബൈ ഹാർട്ട് ആക്കുക. ആ എക്സാമ്പിൾ എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി. പിന്നെ ഒരു വർക്ക് തന്നാൽ അത് പോസിറ്റീവാ നെഗറ്റീവാ 0 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എക്സാമിന് ടൈപ്സ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു എക്സാമ്പിളാണ് ദ ബോർഡിൽ. നോക്കണം. റൈറ്റ് വെദർ ദി വർക്ക് ഡൺ ഇൻ ദി ഫോളോയിങ് കേസസ് ഇസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. 4 വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വർക്കുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് നമ്മൾ പറയണം. ഫസ്റ്റ് വർക്ക് നോക്ക്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്യൂറിങ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. മക്കൾ ശ്രദ്ധിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ചോദിച്ചാൽ ഒന്നും ആലോചിക്കരുത്, നെഗറ്റീവ് എന്നെഴുതാം. കാരണം ഫ്രിക്ഷൻ എപ്പോഴും മോഷനെ ഒപ്പോസ് ചെയ്യും. അങ്ങോട്ടാണോ മോഷൻ, അങ്ങോട്ടാണ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ഇങ്ങോട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആംഗിൾ 180, ഗ്രേറ്റർ ദാൻ 90, വർക്ക് നെഗറ്റീവ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് തന്നാൽ ഒന്നും ആലോചിക്കണ്ട, നെഗറ്റീവ് വർക്കായിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് വർക്ക് നോക്കണം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂറിങ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസ്, ശ്രദ്ധിക്കണേ, ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അവിടെ ഒരു ബോഡി എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. ഹൊറിസോണ്ടൽ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുക. എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? പറ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമി വലിക്കുന്നത് നേരെ താഴോട്ടല്ലേ? അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? പറ. 90 ഡിഗ്രി. ആംഗിൾ 90 ആണ്. ആംഗിൾ 90 ആയതുകൊണ്ട് വർക്ക് ഡൺ 0 വർക്ക്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതും ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നെ, റഫാന്ന് മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, റഫാകുമ്പോൾ ഫ്രിക്ഷൻ കൂടും. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യാൻ, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് അല്ല ചോദ്യം. അതാണെങ്കിൽ നെഗറ്റീവ്, ഒന്നും ആലോചിക്കാല്ല. അപ്ലൈഡ് ഫോഴ്സാണ്. അങ്ങോട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് മൂവ് ചെയ്യാൻ. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് അത് മൂവ് ചെയ്യും ചെയ്യുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ. അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് ഫോഴ്സ് എങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ, തീറ്റ 0. അപ്പോൾ വർക്ക് എന്ത് വർക്കാണ്? പറ. പോസിറ്റീവ് വർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഒരു പെൻഡുലം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, വായുവിലൂടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വായു അതിനെ റെസിസ്റ്റ് ചെയ്യും. റെസിസ്റ്റ് ചെയ്യാറുണ്ട് മോഷനെ ഒപ്പോസ് ചെയ്യാന്നല്ലേ, അല്ലേ? വായുവിലൂടെ പെൻഡുലം അങ്ങോട്ട് ചലിക്കുമ്പോൾ എയർ അതിനെ ഇങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യും. ഇങ്ങോട്ടാണ് ചലിക്കുന്നെങ്കിൽ അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് പറഞ്ഞാൽ മോഷനെ ഒപ്പോസ് ചെയ്യലാണ്. അപ്പോൾ മോഷൻ എഗെയിൻസ്റ്റ് ആണ്. ഫോഴ്സും അങ്ങോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട്, അപ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങോട്ട്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ വന്നാൽ നെഗറ്റീവ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏതൊരു വർക്ക് തന്നാലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് പറയാൻ പറ്റണം. ഓക്കെ, ശരി. സെറ്റാണെങ്കിൽ നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട അവസാന പോയിന്റ് പഠിക്കാം. എന്താണത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു ഗ്രാഫ് നമ്മൾ വരക്കുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണം, FS ഗ്രാഫ്. ഫോഴ്സ് Y ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് X ആക്സിസിലും എടുത്തുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരക്കാം. ഓക്കെ, ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാവാം. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അതല്ല, ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫോഴ്സ് കൂടി വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം. കൂടുകയും കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ,
ആ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ഗ്രാഫിൻ്റെ ഷേപ്പിൽ മാറ്റം വരും. എന്താണെങ്കിലും ശരി, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ, ഗ്രാഫിന് താഴെയുള്ള പോർഷൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായി കവർ ചെയ്യുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ, ഓക്കെ, ഏരിയ അണ്ടർ എഫ് എസ് ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വിൽ ഗിവ് ദി വർക്ക് ഡൺ. അപ്പോൾ നമ്മളോട് എഫ് എസ് ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് വർക്ക് ഡൺ കാണാനുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. അപ്പോൾ എങ്ങനെ കാണും? ഏരിയ കണ്ടാൽ മതി, സിമ്പിൾ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പഠിച്ചില്ലേ? ഓക്കെ, അതേപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, സോ വർക്ക് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എക്സാമിന് ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കാം. എന്താ ചോദ്യം? പറ. Find the work done and angle between the force F vector is equal to 3i plus 4j minus 5k unit and displacement D vector is equal to 5i plus 4j plus 3k. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നു. നമ്മൾ എന്ത് കാണണം? വർക്ക് ഡൺ കാണണം. അതേപോലെ ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സസും കാണണം. എങ്ങനെ വർക്ക് ഡൺ കാണുക? വേഗം നോക്കണം. എന്താ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്നാണ്. എഫും എസും കമ്പോണൻറ്റ് ഫോമിൽ തന്നാൽ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയെന്ന് ഞാൻ പഠിപ്പിച്ചു. ഐ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ 3, ഇവിടെ 5, 3 × 5 15 കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചില്ലേ? അതേപോലെ ഇവിടെ ജെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പർ 4, ഇവിടെയും 4, 4 × 4 16. അടുത്തത് കെ ക്യാപ്പ് -5 +3 -5 × +3 -15. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ 16 എന്ന് കിട്ടും. ഇവിടെ ഫോഴ്സ് ഏത് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ന്യൂട്ടൺ ആണെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെറുതെ യൂണിറ്റ് എന്നേ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റും യൂണിറ്റ് പറഞ്ഞില്ല. ഡിസ്പ്ലേസ്മെൻറ്റിലൂടെ ഡി എന്നുള്ള ലെറ്റർ ആട്ടോ കൊടുത്തത്. അത് കുഴപ്പമില്ല, നമ്മൾ എസ് എന്ന് എഴുതിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് എഴുതുന്നത് ശരിയല്ല. കാരണം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ജൂൾ എന്നോ മീറ്റർ എന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വർക്ക് 16 യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ആംഗിൾ കാണുക നോക്കണം. വർക്ക് ഡൺ കാണാൻ എഫ് ഡോട്ട് എസ് എന്നല്ലേ ഫോർമുല? പറയൂ, എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ എന്നല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കോസ് തീറ്റ അവിടെ നിർത്തി എഫ് ഇൻറ്റു എസ് ഇങ്ങോട്ട് വന്നാൽ എഫ് ഡോട്ട് എസ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നെഴുതിക്കൂടെ? ശരി, എഫ് ഡോട്ട് എസ് അല്ലേ വർക്ക്? അതിപ്പോൾ കണ്ടു 16 ആണ്. ഇനി എന്താ എഫ് എന്ന് പറഞ്ഞാൽ? എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്. എങ്ങനെയാണ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക? മോഷൻ ഇൻ എ പ്ലെയിനിൽ ഒരു വെക്ടർ ഇങ്ങനെ തന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ പഠിച്ചു. √3² + 4² + 5² is equal to √9 + 16 + 25. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ √50 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എസ്സോ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡി എന്നാണ് കൊടുത്തത്, കുഴപ്പമില്ല, എസ് ആയിക്കോട്ടെ, എസ് ആയാലും ഡി കുഴപ്പമില്ല. പറയൂ 5² + 4² + 3². ഇത് ചെയ്താലും ആൻസർ എന്ത് തന്നെ കിട്ടുക? 50. അപ്പോൾ √50 × √50 എന്ന് വരും. is equal to 16 by √50 × √50, √50 the whole square എന്ന് പറയുമ്പോൾ 50 എന്ന് വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8/25 എന്ന് വരും. 8/25 എന്ന് പറയുമ്പോൾ ഏകദേശം 0.32 എന്ന് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ is equal to 0.32. അങ്ങനെയെങ്കിൽ തീറ്റ എങ്ങനെയൊക്കെയാണ്? കോസ് ഇൻവേഴ്സ് 0.32. ഓക്കെ, ഇത്രയും എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കോസ് ഇൻവേഴ്സ് 0.32 അടിച്ച് 73 സംതിങ് അത്രയൊക്കെ ആംഗിൾ വരും. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ കാണാൻ എഫ് എസ് ഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വരിക നോക്കാം. ഫൈൻഡ് ദി വർക്ക് ഡൺ ഫ്രം ദി ഗിവൺ എഫ് എസ് ഗ്രാഫ്. എഫ് എസ് ഗ്രാഫ് തന്നു, ഇതിൽ നിന്ന് വർക്ക് ഡൺ കാണണം. നോക്കണം, ഫോഴ്സ് വൈ ആക്സിസിൽ ന്യൂട്ടണിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആക്സിസിൽ. അപ്പോൾ എങ്ങനെയാണ് എഫ് എസ് ഗ്രാഫിൽ നിന്ന് ഏരിയ എങ്ങനെയാണ് വർക്ക് ഡൺ കാണുക? വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടാൽ മതി. ഏരിയ കാണുമ്പോൾ ആദ്യം ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ അത് ട്രയാങ്കിളാണ്. പിന്നെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളാണ്. അപ്പോൾ ആദ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ പറയും ½ BH.
ബി എന്ന് പറഞ്ഞാൽ ബേസ്, ബേസ് ഈ ദൂരം എത്രയാണ് പറയാം, ഇത് 0, ഇത് 6. അപ്പോൾ 0 മുതൽ 6 വരെ പറഞ്ഞാൽ 6 അല്ലേ, ഹാഫ് ബി. എച്ച് ഹൈറ്റ് നോക്കണം, ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് 0, ഇത് 10, 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 10 അല്ലേ. സോ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 10 പ്ലസ് ദെൻ അടുത്തത് ഇത് റെക്റ്റാങ്കുലർ ഏരിയയാണ്, ഇത് 6 ആണ്, ഇത് 10 ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 6 to 10 എന്ന് പറയുമ്പോൾ 4 അല്ലേ. അതേപോലെ ഇവിടുന്ന് താഴോട്ട് ഇത് 0 എന്ന ഈ ദൂരം എന്ന് പറയുകയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് -5 ആക്കി എടുക്കാം. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു -5, 4 ഇൻറ്റു -5 ഇസ് ഈക്വൽ ടു പറ 2ഉം 6ഉം കട്ട് ചെയ്താൽ 3 ആയി, 3 ഇൻറ്റു 10 30 പ്ലസ് 4 ഇൻറ്റു -5 20, 30 പ്ലസ് -20 എന്ന് പറയുമ്പോൾ 10. ഇവിടെ നമുക്ക് യൂണിറ്റ് ജൂൾ എന്ന് എഴുതാം, കാരണം ഫോഴ്സ് ന്യൂട്ടണിലാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിലാണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. സോ വർക്ക് എന്നുള്ള ടോപ്പിക്കും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ സ്കേലാർ പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക്ക് സെറ്റായി കഴിഞ്ഞു. നമുക്ക് അതേപോലെ സ്കേലാർ പ്രൊഡക്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ വർക്ക് എന്നുള്ള ടോപ്പിക്കും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കിടക്കുകയാണ്. സ്കേലാർ പ്രൊഡക്റ്റിനും വർക്കിനും ശേഷം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. അടുത്ത ടോപ്പിക്ക് പറ എനർജി എന്നുള്ള ഭാഗം. എനർജി എന്നുള്ള ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എനർജി എന്നുള്ളതാണ്. എന്താ എനർജി? ഫിസിക്സിൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചാലോ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യിക്കലല്ലേ വർക്ക്, തട്ടിത്തെറിപ്പിക്കുക, തള്ളി നീക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യിക്കാനുള്ള എബിലിറ്റിയാണ്, കപ്പാസിറ്റിയാണ്. സോ എനർജി ഈസ് ദി കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ ഒരാൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ കഴിയും, അതാണ് അയാളുടെ എനർജി. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ അല്ലേ, എനർജിയുടെ യൂണിറ്റും എന്ത് തന്നെയാണ്, ജൂൾ. SI യൂണിറ്റ് ജൂൾ. എന്നാൽ എനർജിക്ക് വേറെയും യൂണിറ്റുകളുണ്ട്. കഴിയുന്നവർ ആ യൂണിറ്റുകളുടെ പേരുകളും അതിനെ എല്ലാ യൂണിറ്റിനെയും ജൂളിലേക്ക് കൺവെർട്ട് ചെയ്ത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, കഴിയുമെന്ന് നോക്ക്, നിർബന്ധിക്കല്ല, ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് എർഗ്. എർഗ് എന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒരു വേർഡ് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. എർഗ് എന്നുള്ളത് അത് CGS യൂണിറ്റ് എന്നൊക്കെ പറയും, CGS സിസ്റ്റം എന്നൊക്കെ കേട്ട പരിചയം ഉണ്ടാവുമല്ലോ. എർഗ്, ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁻7 ജൂളാണ്. പിന്നെ ഇലക്ട്രോൺ വോൾട്ട് EV എന്നൊരു യൂണിറ്റ് ഉണ്ട്, അതിനെ ജൂളിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 1.6 × 10⁻⁻19 ആണ്. അത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ചിലർക്കൊക്കെ കെമിസ്ട്രി പഠിച്ച ഓർമ്മ ഉണ്ടാവും. പിന്നെ കലോറി, അത് നമ്മൾ പറയാറില്ലേ, ഫുഡ് ഐറ്റത്തിൽ നിന്നൊക്കെ കിട്ടുന്ന എനർജിയെ കലോറി, ഒരു തക്കാളിയിൽ നിന്ന് ഇത്ര കലോറി ഊർജ്ജം കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.186 ആണെങ്കിലും റൗണ്ട് ചെയ്ത് 4.2 ജൂൾ എന്നൊക്കെ പഠിച്ചാലും മതി. കൺവെർഷൻ പറ്റുമോ നോക്ക്. ഇനി 10th 10ാം ക്ലാസ് പഠിച്ചില്ലേ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എനർജിയുടെ ഒരു വേറെ യൂണിറ്റ്. നമ്മൾ വൈദ്യുതോർജ്ജം കറണ്ട് ബില്ലൊക്കെ വരുമ്പോൾ അതിൽ കിലോ വാട്ട് അവറിലല്ലേ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ കൺസ്യൂം ചെയ്ത ഇലക്ട്രിക്കൽ എനർജിയൊക്കെ രേഖപ്പെടുത്തുന്നത്. കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ 3.6 × 10⁻�6 ജൂൾ. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടിക്കൽ യൂണിറ്റ് എനർജിയുടെ മറ്റ് യൂണിറ്റുകളൊന്ന് ഓർത്ത് വെക്കുക, കഴിയുമെങ്കിൽ ആ കൺവെർഷനും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. നമുക്കിനി സിലബസിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എനർജിയാണ്. നമുക്ക് +1 പഠിക്കാനുള്ള എനർജി ഏതാ? മെക്കാനിക്കൽ എനർജി. എന്താ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൂടി സമ്മാണ് എന്ത്? മെക്കാനിക്കൽ എനർജി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഏതൊക്കെ രണ്ട് എനർജികളാണ് പഠിക്കാനുള്ളത്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. സോ ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡികളുടെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി. മനസ്സിലായില്ല? നോക്കണം, മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവില്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ലീഫ് സങ്കല്പിക്കുക. ലീഫുകൾക്കിടയ്ക്ക് കൈ വെച്ചാൽ ലീഫ് ഒന്ന് കയ്യിൽ തട്ടും, ഫോഴ്സ്, കൈ തെറിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക്. അപ്പോൾ ആ ലീഫ് വർക്ക് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ആ വർക്ക് ചെയ്യാനുള്ള കഴിവ് ആ ലീഫിന് കിട്ടിയത് എന്തുകൊണ്ടാണ്? അത് മൂവ് ചെയ്തുകൊണ്ട്. ഓക്കെ, റസ്റ്റിലുള്ള ലീഫാണെങ്കിൽ, ഫാൻ്റെ ലീഫാണെങ്കിൽ തട്ടൂല, തെറിക്കൂല. ഓക്കെ, പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടില്ലേ, കുത്തി ഒലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ ആ ഒഴുകി വരുന്ന വെള്ളത്തിന് വൻമരങ്ങളെ, പാലങ്ങളെയൊക്കെ കടപുഴക്കി കൊണ്ടുപോകാനുള്ള കഴിവുള്ളതായി കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. മോഷൻ കാരണം കിട്ടുന്ന ആ എനർജിയെ പറയുന്ന പേരാണട കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഈസ് ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ എന്നർത്ഥം.
ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. കൈനറ്റിക് എനർജിയെ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുക? ക്യാപിറ്റൽ ലെറ്റർ കെ. എന്താണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല? കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ. എന്താ എം? മാസ്. എന്താണ് വി? വെലോസിറ്റി. അപ്പോൾ മാസ് കൂടിയ ബോഡിക്ക് കൈനറ്റിക് എനർജി കൂടൂലേ? കൂടും. ഓക്കെ. വെലോസിറ്റി കൂടിയ ബോഡിക്കും കൈനറ്റിക് എനർജി കൂടും. ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല. ദാറ്റ്സ് ഓൾ. ഓക്കെ. ദെൻ കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിക്കേണ്ടത്, ഒരുപാട് തവണ പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്, കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ. എന്താണ് മൊമെൻറ്റം എന്ന് പഠിച്ചില്ലേ? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് അത് തട്ടുന്ന സർഫസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് ലീനിയർ മൊമെൻറ്റം എന്ന് നമ്മൾ എവിടെ പഠിച്ചു? ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ പഠിച്ചു. ഓക്കെ. മൂവ് ചെയ്യുന്നവൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ്, ഒന്ന് കൈനറ്റിക് എനർജിയും ഒന്ന് മൊമെൻറ്റവും. നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയുടെ വാല്യൂ അറിയാമെങ്കിൽ അത് വെച്ച് മൊമെൻറ്റം കണ്ടെത്താം. മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ കൈനറ്റിക് എനർജിയും കണ്ടെത്താം. എങ്ങനെ? അതിന് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. എന്താ റിലേഷൻ? ആ റിലേഷൻ കേട്ടോളൂ. കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം പി സ്ക്വയർ ബൈ 2m. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓർ അല്ലെങ്കിൽ ഈ പി സ്ക്വയർ ഇവിടെ നിർത്തി 2mk അങ്ങോട്ട് കൊണ്ടുപോയാൽ, ഓർ എന്നിട്ട് ആ സ്ക്വയർ മാറ്റിയാൽ പി ഈസ് ഈക്വൽ ടു റൂട്ട് 2mk. ഓക്കെ. ഈ രണ്ട് ഇക്വേഷൻ രണ്ട് രീതിയിലും പഠിക്കുക. കൈനറ്റിക് എനർജി മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ പറയണം. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ഓർ പി ഈസ് ഈക്വൽ ടു റൂട്ട് 2mk. നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇത് വെച്ച് ധാരാളം ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. കെ എന്താ പി എന്താന്ന് ക്ലിയർ ആയില്ലേ? എങ്ങനെ ഈ റിലേഷനിലേക്ക് എത്തി എന്ന് പഠിക്കണമെന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ട് കൈനറ്റിക് എനർജി മൊമെൻറ്റം ഇക്വേഷൻ വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ചോദിക്കാറില്ല. പക്ഷേ ഈ റിലേഷൻ വെച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. Two bodies of masses m1 and m2 have the same linear momentum. m1 m2 മാസ്സുള്ള രണ്ട് ബോഡികൾ, രണ്ടാൾക്കും മൊമെൻറ്റം സെയിമാ. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്? കൈനറ്റിക് എനർജികളുടെ റേഷ്യോ കാണുക. മൊമെൻറ്റം സെയിമാണ്, അപ്പോൾ കൈനറ്റിക് എനർജികളുടെ റേഷ്യോ കാണുക. അങ്ങനെ ചോദ്യം വരാറുണ്ട്. നോക്കണം. മൊമെൻറ്റം സെയിം ആണെന്ന് പറഞ്ഞു, കൈനറ്റിക് എനർജികളുടെ റേഷ്യോ കാണണം. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ പറ. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി K1, ഒന്നാമത്തവൻ്റെ മാസ് m1, മൊമെൻറ്റം P1 എന്ന് എഴുതണോ? വേണ്ട, കാരണം സെയിം മൊമെൻ്റ് ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി K2, അപ്പോൾ മൊമെൻറ്റം പി സ്ക്വയർ ബൈ 2m2. ഓക്കെ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യല്ലേ. സോ K1 ബൈ K2 എന്താ വരിക? K1 ഡിവൈഡഡ് ബൈ K2 ഇസ് ഈക്വൽ ടു പറ പി സ്ക്വയർ ബൈ 2m1 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ബൈ 2m2. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഓക്കെ. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താവും പറ? പി സ്ക്വയർ ബൈ 2m1 ഇൻറ്റു 2m2 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ. ഓക്കെ. സോ പി സ്ക്വയർ കട്ട് ചെയ്ത് കളയുക, 2 കട്ട് ചെയ്ത് കളയുക. സോ K1 ബൈ K2 ഇസ് ഈക്വൽ ടു m2 ബൈ m1. K1 ബൈ K2 ഇസ് ഈക്വൽ ടു m2 ബൈ m. അല്ലെങ്കിൽ K1 ഈസ് ടു K2 ഇസ് ഈക്വൽ ടു m2 ഈസ് ടു m1. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ. ശരി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി. ലൈറ്റ് ബോഡി എന്നാൽ മാസ് കുറഞ്ഞ ബോഡി, ഹെവി ബോഡി മാസ് കൂടിയ ബോഡി. ചില പ്രോബ്ലങ്ങളൊക്കെ കാർ ആൻഡ് ട്രക്ക് എന്നൊക്കെ പറയാം. കാറിന് മാസ് കുറവ്, ട്രക്കിന് മാസ് കൂടുതൽ. അങ്ങനെ ആ രണ്ട് ബോഡികൾക്കും ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി രണ്ടാൾക്കും സെയിം ആണ്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം? ആർക്കാണ് അതിൽ മൊമെൻറ്റം കൂടുതൽ? കൈനറ്റിക് എനർജി രണ്ടാൾക്കും സെയിം ആണ്, പക്ഷേ മൊമെൻറ്റം വ്യത്യാസമുണ്ട്. ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ? സോ മൊമെൻറ്റ ചോദ്യം. അപ്പോൾ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എന്ന ഫോർമുല എടുക്കുക. പി ഇസ് ഈക്വൽ ടു മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ പഠിച്ചില്ലേ? പി ഇസ് ഈക്വൽ ടു റൂട്ട് 2mk. പറയൂ. കൈനറ്റിക് എനർജി രണ്ടുപേർക്കും സെയിമാണ്, എന്നാൽ മാസ് രണ്ടാൾക്കും സെയിം ആണോ? അല്ലല്ലോ. ഒരാൾ ലൈറ്റ് ബോഡി, ഒരാൾ ഹെവിയർ ബോഡി. അപ്പം അങ്ങനെ വരുമ്പോൾ ഹെവി ബോഡിക്കാണ് മാസ് കൂടുക. ശ്രദ്ധിക്കുക. ഹെവി ബോഡി ഹാസ് ഗ്രേറ്റർ മാസ്. ഹെവി ബോഡി എന്ന് പറയുമ്പോൾ മാസ് കൂടുതലാണ്. മാസ് കൂടുതലാണെങ്കിൽ നോക്കണം, ഈ എമ്മും കെയും ഒക്കെ ന്യൂമറേറ്ററിലാണ്. മാസ് കൂടിയാൽ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ റൈറ്റ് സൈഡ് റൂട്ട് 2mkയുടെ വാല്യൂ കൂടും, അപ്പോൾ മൊമെൻറ്റം കൂടും. ഓക്കെ.
സോ ഹെവി ബോഡി ഹാസ് ഗ്രേറ്റർ മാസ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഹെവി ബോഡിക്ക് മൊമെൻറ്റം എന്ത് ചെയ്യും? കൂടും. സോ മൊമെൻറ്റം ഓഫ് ഹെവി ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ മൊമെൻറ്റം ഓഫ് ലൈറ്റർ ബോഡി. ഓക്കെ, അപ്പോൾ ഹെവിയർ ബോഡിക്ക് മാസ് കൂടുതൽ, അപ്പോൾ അയാൾക്ക് മൊമെൻറ്റം കൂടും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം സെറ്റായി കഴിഞ്ഞെങ്കിൽ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഡെറിവേഷനിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ഒരു 4 ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ഡെറിവേഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാ ഡെറിവേഷൻസും സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കുക. എന്താ ടോപ്പിക്കിൻ്റെ ഹെഡിങ് പറ? വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? ഇങ്ങനെ പഠിച്ചോളൂ, ഒന്നുമില്ല. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഡെൽറ്റ ചേഞ്ച് അല്ലേ? അതെ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മളൊരു ബോഡിയിൽ വർക്ക് ചെയ്താൽ ആ ബോഡിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുമല്ലോ. വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുത്താൽ ആക്സിലറേഷൻ ഉണ്ടാവും, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ വർക്ക് ചെയ്യാൻ ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നു. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായാൽ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ വർക്ക് ചെയ്താൽ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. ആ വർക്ക് ഡൺ 10 ജൂൾ ആണെങ്കിൽ കൈനറ്റിക് എനർജിയിലെ ചേഞ്ചും 10 ജൂൾ ആയിരിക്കും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. വർക്ക് ഡൺ ഓൺ എ ബോഡി ബൈ എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. സിമ്പിളായിട്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് മതി. ഇനി അതിൻ്റെ പ്രൂഫ് ചോദിക്കും. എങ്ങനെയാണ് പ്രൂഫ്? നോക്കിക്കോളൂ. ഒരു സിമ്പിളായിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. ഇതുപോലൊരു ബ്ലോക്ക്, ആ ബ്ലോക്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, എഫ് ആണ്. ആ ബ്ലോക്ക് റെസ്റ്റിലുള്ള ബ്ലോക്കല്ല, ഈ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. എത്ര വെലോസിറ്റി? യു, ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെ ഫോഴ്സ് കൊടുത്ത് ആ ബോഡിയെ നമ്മൾ ഇതുവരെ നീക്കി കൊണ്ടുവന്നു. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ നമ്മുടെ വക ഒരു തള്ളുകൂടി കൊടുത്താൽ അയാളുടെ വെലോസിറ്റി കൂടുമല്ലോ. ഇപ്പോൾ വെലോസിറ്റി ആദ്യം യു ആയിരുന്നു, ഇപ്പോൾ വെലോസിറ്റി വി ആണ്. അപ്പോൾ ഈ ബോഡി ഇത്ര ദൂരമല്ലേ ഡിസ്പ്ലേസ് ചെയ്തത്? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് സിമ്പിളായി വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രൂഫ് എങ്ങനെയെന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കാം. മറ്റു ചാപ്റ്ററിലൊക്കെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞതുപോലെ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ കുറഞ്ഞ സ്റ്റെപ്പുകൾ ആൻസർ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുല അല്ലേ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. ഈ യു സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് എടുത്താലോ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഓക്കെ, ഇനി രണ്ട് സൈഡും ഞാൻ ഹാഫ് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. രണ്ട് സൈഡിനെയും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ വിത്ത് ഹാഫ് എം. ഹാഫ് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2as. ഓക്കെ, ഹാഫ് എം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം വി സ്ക്വയറിന്, പിന്നെ യു സ്ക്വയറിന്. അപ്പോൾ എന്തായി? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഈക്വൽ ടു 2 കട്ടായി. എം ഇൻറ്റു എ, എം എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ? എം ഇൻറ്റു എ, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചില്ലടാ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ തീർന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്കല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേ എഫ് ഡോട്ട് എസ് ആണ്. എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ ആണ്. പക്ഷെ അങ്ങോട്ടാ ഫോഴ്സ്, അങ്ങോട്ടാ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ തീറ്റ 0, കോസ് 0, 1. അപ്പോൾ എഫ് ഇൻറ്റു എസ്. ഓക്കെ, വർക്ക് ഡൺ. നോക്കണം, വി പറഞ്ഞ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഫൈനൽ കൈനറ്റിക് എനർജി. യു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഹാഫ് എം യു സ്ക്വയർ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. സോ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തിയറം വളരെ സിമ്പിളായി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുമാണ് കൈനറ്റിക് എനർജി എന്നുള്ള ഭാഗത്ത് മക്കൾ പഠിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള സെഷനിലേക്ക് വരാം. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യു എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുക. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് അതിൻ്റെ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ്. അതല്ലെങ്കിൽ ബോഡിയുടെ കോൺഫിഗറേഷൻ കാരണം കിട്ടുന്ന എനർജിയാണ്. പൊസിഷൻ കാരണം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ. വിശദീകരിക്കാം. ഇപ്പോൾ ഈ മാർക്കർ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ പെന്ന്, ഈ പെന്നിന് എർത്തിലേക്ക് അട്രാക്ഷൻ ഉണ്ട്. പെന്നിൻ്റെ പൊസിഷൻ ഇതാ ഇവിടെയാണ്, ഭൂമിയുടെ സർഫസിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ്. ഈ മാർക്കറിന് എർത്തിലേക്ക് അട്രാക്ഷൻ ഉണ്ടോ? ഉണ്ട്.
അപ്പോൾ ഈ മാർക്കറിന് താഴോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടോ, ആഗ്രഹമുണ്ടോ? ഉണ്ട്. പക്ഷെ പോകാൻ നിവൃത്തിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആഗ്രഹത്തെ തടയുമ്പോൾ തടഞ്ഞവനെതിരെ പ്രതികാരമുണ്ടാകും, വിരോധമുണ്ടാകും മനസ്സിൽ എന്നതുപോലെ ഈ പെണ്ണിന് ഭൂമിയിലേക്കുള്ള അട്രാക്ഷനെ ഞാൻ തടഞ്ഞതിൻ്റെ ഫലമായി ഈ പെണ്ണിനകത്ത് ഇപ്പോൾ തന്നെ താഴോട്ട് പോകാനുള്ള ടെൻഡൻസി കാരണം ഒരു എനർജി ഇതിനകത്ത് ഇപ്പോൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കാം എനർജി ഉണ്ട് എന്നുള്ളത്? കയ്യങ്ങടെടുത്താൽ സ്വയം പോവും. ആരും താഴോട്ട് തള്ളിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോകാനുള്ള എനർജി ഇപ്പോൾ തന്നെ മാർക്കറിലുണ്ട്. എന്തുകൊണ്ട്? ഇവൻ്റെ പൊസിഷൻ എർത്തിൻ്റെ അട്രാക്ഷൻ കിട്ടുന്നിടത്താണ്. ഇതാണ് പൊസിഷൻ കാരണം എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ആകട്ടെ ഒരിക്കലും പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജിയാണ്. ഇതൊരു മാഗ്നറ്റ് കരുതുക. മാഗ്നറ്റിൻ്റെ തൊട്ടടുത്തൊരു അയൺ പീസ് വെച്ചു. അയൺ പീസിന് മാഗ്നറ്റിലേക്ക് അട്രാക്ഷൻ നമ്മൾ പിടിച്ചു വെച്ചു. അപ്പോൾ ആ അയൺ പീസിനകത്ത് ആ അട്രാക്ഷൻ കാരണമായി അതിലേക്ക് അടുക്കാനുള്ള ഒരു എനർജി ഉണ്ട്. ഇതാണ് പൊസിഷൻ കാരണമുള്ള എനർജി. ഇതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി. ഇനി അല്ലെങ്കിൽ കോൺഫിഗറേഷൻ, ഒരു വസ്തുവിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി, അതിൻ്റെ ഘടന, അത് കാരണമായി എനർജി ഉണ്ട്. ഒരു സ്പ്രിങ് നമ്മൾ വലിച്ചു പിടിക്കും. അപ്പോൾ അതിൻ്റെ ആകൃതിക്ക് നമ്മൾ മാറ്റം വരുത്തുകയാണ്, അതിൻ്റെ ഷെയ്പ്പിനൊരു മാറ്റം വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ബോഡിക്കുള്ളിൽ വലിച്ചു പിടിച്ച സ്പ്രിങ്ങിനൊരു എനർജി ഉണ്ടാവും. എങ്ങനെ മനസ്സിലായി? കയ്യെന്ന് വിട്ടാണ്ട് പോകും. അപ്പോൾ പോകാനുള്ള എനർജി വലിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ആ കോൺഫിഗറേഷൻ കാരണമായി ഉണ്ടാകുന്ന എനർജിയെ, പൊസിഷൻ കാരണമായി ഉണ്ടാകുന്ന എനർജിയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? പൊട്ടൻഷ്യൽ എനർജി. ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുക? യു ഡെഫിനിഷൻ പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ദെൻ ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ള 2 പൊട്ടൻഷ്യൽ എനർജികളുടെ ഫോർമുലകൾ ഏതാണെന്ന് വെച്ചാൽ നോക്കണം. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഇത് എർത്താണെന്ന് കരുതുക. ഇത് എർത്തിന് ചുറ്റും എർത്തിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് അറിയാലോ. ഇവിടെ ഒരു ബോഡി ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊരു സർഫസിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. ഞാൻ നേരത്തെ പെന്നിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ബോഡിയുടെ മാസ് m ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോഡിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? ആ ഫോഴ്സ് കാരണമായി ആ ബോഡിക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, എർത്തിലേക്കുള്ള അട്രാക്ഷൻ കാരണം ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഈ ബോഡിയുടെ പൊസിഷൻ ഉള്ളത്. അതുകൊണ്ട് ഈ ബോഡിക്കുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ, ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. ഡിറൈവ് ചെയ്ത് പഠിക്കുന്നു വേണ്ട. U = mgh. എന്താ? m മാസ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. ഓക്കെ, mgh ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഫോർമുല mgh. അങ്ങനെയെങ്കിൽ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. നോക്കണേ, ഇതൊരു സ്പ്രിങ്. ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്തൊരു ബ്ലോക്ക് ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. കാര്യമായി ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കി ഓരോ കാര്യം മനസ്സിലാക്കൊന്നും വേണ്ട. സിമ്പിളായി ഈ ബ്ലോക്കിന് നമ്മൾ വലിക്കുകയാണെങ്കിൽ, ഇങ്ങനെ വലിച്ചു, ഈ ബ്ലോക്കിനെ അല്പദൂരം ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. എഴുതിയ കാര്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കി ബുദ്ധിമുട്ടണമെന്നില്ല, കാര്യം ഇങ്ങനെ കേട്ടാൽ മതി. ഈ ബ്ലോക്കിന് നമ്മൾ വലിച്ച സ്പ്രിങ് സ്ട്രെച്ച്ഡായി വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനെ, അതിൻ്റെ ലെങ്ത്തിനൊക്കെ മാറ്റം വരുത്തിയില്ലേ? ഇനി നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പിന്, അതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ മാറ്റം വരുത്തി. ഓക്കെ, അങ്ങനെ മാറ്റം വരുത്തുമ്പോഴും ആ കംപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലും സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയിലും സ്പ്രിങ്ങിന് എനർജി ഉണ്ടാവും. ഓക്കെ, ആ എനർജിയെയും പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയാം. സ്പ്രിങ്ങിൻ്റെ ആ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ h ഹൈറ്റിലിരിക്കുന്ന ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അത് mgh. ഓക്കെ, ഇനി സ്ട്രെച്ച്ഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയോ, അത് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിക്കാൻ പോവുകയാണ്, രണ്ടാമത്തെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം സ്പ്രിങ് എപ്പോഴാണ് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്ന് ക്ലിയർ ആയാലോ? ഓക്കെ, ഇനി നമ്മൾ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടി പുതിയ ഒരു ഫോഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. ഏതാ ഫോഴ്സ്? അല്ല, സ്പ്രിങ് ഫോഴ്സ്. സ്പ്രിങ് ഫോഴ്സ് എന്താണ്? സ്പ്രിങ് ഫോഴ്സ് നോക്കിക്കോളൂ. സ്പ്രിങ് ഫോഴ്സ് എന്താണെന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി തരാം. ഈ ബ്ലോക്കിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വലിക്കുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിച്ചു ഇങ്ങോട്ട് എന്ന് പറയും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് എന്ന് എഴുതും. എക്സ് എന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ എങ്ങോട്ടാണ് ആ ബ്ലോക്കിനെ അല്ലെങ്കിൽ സ്പ്രിങ്ങിനെ വലിച്ചത്? ഇങ്ങോട്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. ഇനി അങ്ങനെയെങ്കിൽ നമ്മൾ കൈ വിട്ടാൽ ഇത് അങ്ങോട്ട് പോകുമല്ലോ. അങ്ങോട്ട് പോകാൻ കാരണം സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്ലൈഡ് ഫോഴ്സ് എന്നതിനെ പറയും.
അപ്പോൾ സ്പ്രിങ്ങിന് ഉള്ളിൽ അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായി. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റുമായി ഉണ്ടാകുന്ന സ്പ്രിങ്ങിനകത്തുണ്ടാകുന്ന ആ ഫോഴ്സ്, ഓക്കെ, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കാരണമായ ഫോഴ്സാണിത്. ആദ്യം ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് തന്നെ പോകും. അതിനെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയും. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ട രീതിയിൽ അതിനകത്തുണ്ടാകുന്ന ഫോഴ്സാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പ്രിങ്ങിനകത്ത് മാത്രമാണോ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവുക? അല്ല, ഊതി വീർപ്പിച്ച ബലൂൺ നമ്മൾ അമർത്തി കൈയിട്ട തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അതും റീസ്റ്റോറിങ് ഫോഴ്സാണ്. റബ്ബർ ബാൻഡ് വലിച്ചു, കൈവിട്ട പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും, റീസ്റ്റോറിങ് ഫോഴ്സാണ്. സ്പ്രിങ്ങിലുണ്ടാകുന്ന റീസ്റ്റോറിങ് ഫോഴ്സിനെ പറയും സ്പ്രിംഗ് ഫോഴ്സ് എന്ന്. അങ്ങനെ സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് അപ്ലൈഡ് ഫോഴ്സ്, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ അങ്ങോട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ സ്പ്രിംഗ് ഫോഴ്സ്. ഇനി നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴോ അങ്ങോട്ടാണ് കംപ്രസ് ചെയ്യുന്നത്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട്, അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ട്, അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സോ ഇങ്ങോട്ട്. ഇതാണ് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് പറഞ്ഞാൽ സ്പ്രിങ്ങിനകത്തുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അത് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലൊരു റിലേഷൻ. നമ്മൾ കുറച്ച് ദൂരം വലിച്ചതെങ്കിൽ കുറഞ്ഞ റീസ്റ്റോറിംഗ് ഫോഴ്സ്, നല്ല ദൂരം ഇങ്ങോട്ട് വലിച്ചെങ്കിലോ ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയാലോ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും. നമ്മൾ ഈ സ്പ്രിങ്ങിനെ കുറച്ചേ കംപ്രസ് ചെയ്തുള്ളൂ, കൈവിട്ട ചെറിയ രൂപത്തിലല്ലേ തിരിച്ചു വരുള്ളൂ. എന്നാൽ നന്നായി അമർത്തിയാലോ, ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയാലോ, അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സും എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്ന് കൂട്ടുമ്പോൾ മറ്റൊന്ന് അതേപോലെ കൂടുമ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആരൊക്കെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ? സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. സ്പ്രിംഗ് ഫോഴ്സിനെ എഫ് എന്നെഴുതുന്നു, ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്നെഴുതുന്നു. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താ? സ്പ്രിംഗ് ഫോഴ്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്പ്രിംഗ് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി അത് ഡെഫിനിഷൻ പഠിക്കണമെന്ന് നിർബന്ധമല്ല. സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്, ഒന്ന് കൂടുമ്പോൾ മറ്റോ അതേപോലെ കൂടും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഈ സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്, സ്പ്രിംഗ് ഫോഴ്സ് അങ്ങോട്ട്, അപ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. എന്താ നെഗറ്റീവ് സൈൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റിനെ കെ എന്നെഴുതും. ഓക്കെ, സോ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല -kx. ഓക്കെ, കെ എന്നുള്ള ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേര് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്നാകുന്നു. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല പറയും -kx. എന്താ കെ? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതേപോലെ എക്സ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റും സ്പ്രിംഗ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് ക്ലിയറായി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലായി. ഇനി സ്പ്രിംഗ് ഫോഴ്സ് -kx ആണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫോർമുല ശ്രദ്ധിക്കണം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രിങ്ങിനെ ഒരു ഭാഗത്തേക്കാണ് വലിക്കുന്നതെങ്കിൽ അതാണ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റുമാണ് സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല -kx ആണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫോർമുല +kx. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ +kx. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെറിവേഷനാണ് രണ്ടാമത്തെ ഡെറിവേഷൻ. സിമ്പിളായിട്ട് പഠിക്കാൻ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു പോയാൽ മതി. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ആദ്യം സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്ന് അറിയണം. സ്പ്രിംഗ് ഫോഴ്സ് -kx, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് +kx. ഇനി സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ഫോർമുല നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ആദ്യം ഫോർമുല ഒന്ന് ബൈ ഹാർട്ടാക്കുക. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല ½ എന്താ? കെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, എന്താ? എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ½ പോലെ ½ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? സിമ്പിളായിട്ടുള്ള പ്രൂഫ് പഠിച്ചാൽ മതി. ഓക്കെ, ഇൻ്റഗ്രേഷൻ മെത്തേഡിലുള്ള പ്രൂഫൊക്കെ ഉണ്ട്, അതൊക്കെ പ്രയാസം. നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ് സിമ്പിളായിട്ട് ആദ്യം FS ഗ്രാഫ് വരയ്ക്കും. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് ആയിക്കോട്ടെ, അപ്ലൈഡ് ഫോഴ്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ എഫ് അപ്ലൈഡ് ഫോഴ്സ് y ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് x ആക്സിലും. ഓക്കെ, എഫും എക്സും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലേ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആകുമ്പോൾ ഒന്ന് കൂടുമ്പോൾ അതേപോലെ മറ്റൊന്നും കൂടും. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, എഫും എക്സും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ എനർജി കണ്ടെത്തുന്നത്? ആദ്യം FS ഗ്രാഫിൻ്റെ എക്സ് പറഞ്ഞാലും എസ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് എക്സ് എന്ന് എഴുതിയത് മാത്രം. ഓക്കെ, ഈ വർക്ക് ഡൺ കാണാൻ ഏരിയ കണ്ടാൽ മതി എന്നല്ലേ? ഓക്കെ, ഏരിയ അണ്ടർ ദി ഗ്രാഫ്, അപ്പോൾ വർക്ക് ഡൺ കിട്ടും.
അപ്പോൾ ഈ സ്പ്രിങ്ങിന് നമ്മൾ വലിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ കാണാൻ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ അത് ട്രയാങ്കുലാർ ഏരിയ അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് എന്നല്ലേ. ഓക്കെ, എന്താ ബി എന്ന് പറഞ്ഞാൽ ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻ്റായി എക്സ് എന്ന് എഴുതി. എച്ച് എന്ന് പറഞ്ഞാൽ ദ ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്. ഇത് ഫോഴ്സ് അല്ലേ. ഓക്കെ, ഫോഴ്സ് ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ അത് ഫോഴ്സ് ആണ്, അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കെ എക്സ് അല്ലേ. അപ്പോൾ ഹാഫ് എക്സ് ഇൻറ്റു കെ എക്സ് കഴിഞ്ഞു. ഹാഫ് എക്സ് ഇൻറ്റു കെ എക്സ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് വർക്ക് ഡൺ. സ്പ്രിങ്ങിനെ വലിക്കാനുള്ള വർക്ക് ഡൺ ഹാഫ് കെ എക്സ് സ്ക്വയർ. ആ വർക്ക് ചെയ്തുകൊണ്ടല്ലേ ആ സ്പ്രിങ്ങിന് എനർജി കിട്ടിയത്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ദർഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ ഡെറിവേഷൻ കഴിഞ്ഞിട്ടോ, വളരെ സിമ്പിളായി പഠിച്ചു. ഓക്കെ, ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ എന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായി ഈ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുക. സോ നമ്മൾ കൈനറ്റിക് എനർജിക്ക് ശേഷം പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള സെഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി എനർജി എന്നുള്ള സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് കിടക്കുന്നത്. കൈനറ്റിക് എനർജി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വന്നു. അവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഡിറൈവ് ചെയ്ത് പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അതോടുകൂടി നമ്മൾ എനർജി എന്നുള്ള സെഷൻ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പക്ഷേ ആ ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് രണ്ട് തരം ഫോഴ്സുകളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതിലൊരു ഫോഴ്സാണ് കൺസർവേറ്റീവ് ഫോഴ്സ്, മറ്റൊന്ന് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഏതൊക്കെ? കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ചില ഫോഴ്സുകൾ ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ചില ഫോഴ്സുകൾ കാരണമായി ഉണ്ടാകുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ഐഡിയ കിട്ടൂല എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ വല്ലാണ്ട് വിശദീകരിക്കാതെ എന്നാൽ കുറച്ചെങ്കിലും കാര്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നോക്കാം. ഈ പെന്ന് ഞാൻ അല്ലെങ്കിൽ ഇവിടെ ബോർഡിൽ വരക്കാം. ഇവിടെ ആവട്ടെ, ഇവിടെ ഒരു ബോഡി. ഈ ബോഡിയെ എനിക്ക് ഇവിടെ നിന്ന് പൊക്കിയിട്ട് എ എന്നുള്ള പൊസിഷനിൽ നിന്ന് പൊക്കി ബിയിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ഈ ബോഡിയെ ഇങ്ങനെ കൊണ്ടുപോയി, ഒന്നാമത്തെ പാത്ത്. മറ്റൊന്ന് ഞാൻ ഈ ബോഡിയെ ഈ രൂപത്തിൽ ഇങ്ങനെയും കൊണ്ടുപോയി. രണ്ട് പാത്തിലൂടെ കൊണ്ടുപോയത്. ഫസ്റ്റ് പാത്ത് ഇങ്ങനെ, രണ്ടാമത് ഒന്നിങ്ങനെ വളച്ചു കൊണ്ടുപോയി. രണ്ടും കൊണ്ടുപോയത് എ എന്ന് ബിയിലേക്ക്. ഈ എ എന്ന് ബിയിലേക്ക് ഞാൻ ഈ ബോഡിയെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ആ ബോഡിയിൽ ഫോഴ്സ് കൊടുക്കണം. അത് അപ്ലൈഡ് ഫോഴ്സ്. എന്നാൽ കൊണ്ടുപോകുന്ന ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? ഉണ്ട്. നമ്മൾ ഈ രണ്ട് പാത്തിലൂടെ കൊണ്ടുപോകുമ്പോഴും വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണുകയാണെങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ കണ്ടാൽ ഈ ഒന്നാമത്തെ പാത്തിലൂടെ കൊണ്ടുപോകാനുള്ള വർക്കും രണ്ടാമത്തെ പാത്തിലൂടെ കൊണ്ടുപോകുമ്പോഴുള്ള വർക്കും ഏത് വർക്കടാ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമിയുടെ അട്രാക്ഷൻ ഈ പോകുന്ന ബോഡിയിൽ ഉണ്ടാകുമല്ലോ, കൊണ്ടുപോകുന്ന ബോഡിയിൽ ഉണ്ടാവുമല്ലോ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമായി ഉണ്ടാകുന്ന വർക്ക് ഡൺ ഒന്നാമത്തെ പാത്തിലൂടെ കൊണ്ടുപോയാലും രണ്ടാമത്തെ പാത്തിലൂടെ കൊണ്ടുപോയാലും വർക്ക് ഡൺ വിൽ ബി സെയിം. സോ ചില ഫോഴ്സുകൾ കാരണമായി ഉണ്ടാകുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് പാത്തിലൂടെ കൊണ്ടുപോയാലും വർക്ക് സെയിം ആയിരിക്കും. അതിന് മൂന്നാമതൊരാൾ ഇങ്ങനെ ഒരു പാത്തിലൂടെ കൊണ്ടുപോയി, അപ്പോൾ ഏത് ബീക്കാണ് കൊണ്ടുപോയത്? വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യേയില്ല. അങ്ങനെ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഫോഴ്സിനെ പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്നാൽ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ എന്താ കൺസർവേറ്റീവ് ഫോഴ്സ്? വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷന് മാത്രം. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാറാൻ പാടില്ല. ഏത് വഴി കൂടെ വെച്ചാൽ കൊണ്ടുപോയിക്കോളൂ, വർക്ക് ഡൺ സെയിം ആയിരിക്കും. ആ രീതിയിലുള്ള ഫോഴ്സുകളുടെ പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും അങ്ങനെയല്ല. അങ്ങോട്ട് ഒരു പാത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഫ്രിക്ഷൻ ആണോ വേറെ പാത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുക? സർഫസ് മാറുമ്പോൾ ഫ്രിക്ഷൻ മാറും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമായി ഉണ്ടാകുന്ന വർക്ക് പാത്തിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആകുമ്പോൾ നോൺ കൺസർവേറ്റീവ്. അങ്ങോട്ട് മാറരുത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സ് കൺസർവേറ്റീവ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അങ്ങോട്ട് മാറരുത്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, എക്സാമ്പിൾ പഠിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. ഫ്ലൂയിഡുകളുടെ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡുകളുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കോസിറ്റി എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? അതിൻ്റെ പ്രത്യേകത പഠിക്കുക, എക്സാമ്പിൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ. എന്തിനാപ്പോൾ ഇത് പഠിച്ചത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് വരാൻ പോവുക, ലോ ഓഫ്
കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അത് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എന്നറിയണം, എക്സാമ്പിളൊക്കെ ഒന്ന് അറിയണം. ഓക്കെ, അങ്ങനെയെങ്കിൽ എനർജി എന്നുള്ള ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലെ അവസാന ഭാഗത്തേക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, പ്രൂഫ് പഠിക്കുക, ഗ്രാഫ് പഠിക്കുക. ഓക്കെ, അതോടെ എനർജി നമ്മൾ സെറ്റാക്കി എടുക്കും. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി? ശ്രദ്ധിച്ചോളൂ. ഈ പെണ്ണ് ഞാൻ കൈവിട്ട താഴോട്ട് വീഴുമല്ലോ. വീഴാൻ കാരണം ഏത് ഫോഴ്സാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലേ? ആണ്. അപ്പോൾ ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ, ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ദാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ ഈ ഫ്രീലി ഫാളിങ് ബോഡിയിൽ ഉണ്ടാവുന്നത്. ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ആ ബോഡിയുടെ മെക്കാനിക്കൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴാണ് മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്താ മെക്കാനിക്കൽ എനർജി? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ആഡ് ചെയ്യുക, അപ്പോൾ ടോട്ടൽ എനർജി മെക്കാനിക്കൽ എനർജി കിട്ടും. ആ മെക്കാനിക്കൽ എനർജിയുടെ വാല്യൂ എപ്പോഴും ഈ ബോഡി വീഴാൻ തുടങ്ങുക. തുടക്കത്തിൽ മെക്കാനിക്കൽ എനർജി 100, ഇവിടെ എത്തുമ്പോഴും 100, ഇവിടെ എത്തുമ്പോഴും 100, താഴെ എത്തുന്നത് വരെ എപ്പോഴും മെക്കാനിക്കൽ എനർജിയുടെ വാല്യൂ സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഫോഴ്സ് ആവണം? കൺസർവേറ്റീവ് ഫോഴ്സ് ആവണം. അപ്പോൾ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് എ ബോഡി ഈസ് കൺസർവ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇഫ് കൺസർവേറ്റീവ് ഫോഴ്സസ് ആർ ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെ പറയാം? മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ് ഇഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയോ? ഒന്ന് പറയാം. മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ് ഇഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചതുകൊണ്ടായില്ല, ഇതിൻ്റെ പ്രൂഫ് എക്സാമിന് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഒരു ഫ്രീലി ഫാളിങ് ബോഡി വരയ്ക്കാം. എന്നിട്ട് ആ ഫ്രീലി ഫാളിങ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജി എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഇതാ നോക്കിക്കോളൂ. പ്രൂഫിന് വേണ്ടി നിങ്ങൾ വരക്കേണ്ട ചിത്രം നോക്ക്. ഇതാ ഒരു ഫ്രീലി ഫാളിങ് ബോഡി. ആ ബോഡി എ എന്ന പൊസിഷൻ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബി എന്നുള്ള പൊസിഷനിലെത്തുന്നു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലാണ്. ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം, സി ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. എന്നാൽ എയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ നോക്കണം, എ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, എക്സ് എച്ച്. ഓക്കെ, അപ്പം ആദ്യം ഡയഗ്രം വരച്ചിട്ട്, ഡയഗ്രം വരച്ചതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൂവ് ചെയ്തെടുക്കാം. 9 കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്താ 9 കാര്യം? എ എന്ന പൊസിഷനിലെ ഈ ബോഡിയുടെ കൈനറ്റിക് എനർജി എത്ര? എ എന്നുള്ള പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എത്ര? എ എന്നുള്ള പൊസിഷനിലെ മെക്കാനിക്കൽ എനർജി ടോട്ടൽ എനർജിയെ ഇ എന്ന് എഴുതുകയാണ്. എം ഇ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇ എന്നാണ്. ഇ എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആവരുത്, മെക്കാനിക്കൽ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ബി എന്നുള്ള പൊസിഷനിലെ കൈനറ്റിക് എനർജി എത്ര? ബി എന്നുള്ള പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എത്ര? അതേപോലെ ബി എന്നുള്ള പൊസിഷനിലെ ടോട്ടൽ എനർജി മെക്കാനിക്കൽ എനർജി എത്ര? 6 കാര്യങ്ങളായോ? ഓക്കെ. സി എന്നുള്ള പൊസിഷനിലെത്തുമ്പോൾ കൈനറ്റിക്, സിയിലെ കാര്യങ്ങൾ കുറച്ച് മുകളിൽ എഴുതുന്നുണ്ട്. സിയിലെ കൈനറ്റിക് എനർജി എത്ര? സിയിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര? സിയിലെത്തുമ്പോൾ ടോട്ടൽ എനർജി എത്ര? മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ കൈനറ്റിക് എനർജി മാറിക്കൊണ്ടിരിക്കും, പൊട്ടൻഷ്യൽ എനർജി മാറിക്കൊണ്ടിരിക്കും. 9 കാര്യങ്ങൾ എഴുതുക. തുടങ്ങട്ടെ. ബോഡി വീഴാൻ തുടങ്ങല്ലേ എന്നുള്ള പോയിന്റിൽ. വീഴാൻ തുടങ്ങുമ്പോൾ വെലോസിറ്റി എത്ര? ഒരു ഫ്രീലി ഫാളിങ് ബോഡി താഴോട്ട് വീഴുമ്പോൾ ഇനീഷ്യലി വെലോസിറ്റി 0 അല്ലേ? വീഴാൻ തുടങ്ങുമ്പോൾ വെലോസിറ്റി 0 അല്ലടാ. വെലോസിറ്റി 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി 0 അല്ലേ? ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ എന്നല്ലേ കൈനറ്റിക് എനർജി. അപ്പോൾ വീഴാൻ തുടങ്ങുമ്പോൾ കൈനറ്റിക് എനർജി 0. പൊട്ടൻഷ്യൽ എനർജിയോ? പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ mgh ആണ്. ഇപ്പോൾ എ എന്ന പൊസിഷനിലാണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എച്ച് ഹൈറ്റിലല്ലേ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh. കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി mgh. രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇവിടെ കിട്ടും. എന്താ പറയുക? 0 + mgh. ദാറ്റ്സ് ഓൾ. 3 കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇവിടെയും ഇവിടെയൊക്കെ എല്ലായ്പ്പോഴും ടോട്ടൽ എനർജി mgh എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ സത്യത്തിൽ 3 കാര്യം പഠിച്ചില്ലെങ്കിലും 5 കാര്യങ്ങൾ കഴിഞ്ഞു. ഇവിടെ mgh വരിക, ഇവിടെ mgh വരിക.
യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി എയിലെ കഴിഞ്ഞ് സിയിലേക്കൊന്ന് വരാം. സിയിലെത്തുമ്പോൾ ഹൈറ്റ് 0 അല്ലേ? ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് 0. ഹൈറ്റ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ? mgh 0, പൊട്ടൻഷ്യൽ എനർജി 0. ഓക്കെ ഓക്കെ ശ്രദ്ധിക്കുക, ഇവിടെ കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി mgh. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0, അപ്പോൾ കൈനറ്റിക് എനർജിയോ അത് ഞാൻ കാണിക്കാം, അത് mgh എന്നാണ് വരിക. എങ്ങനെ വരും എന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ 0 + mgh ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി എന്താവും? mgh. 6 കഴിഞ്ഞോ? ഓക്കെ ശരി. അങ്ങനെയെങ്കിൽ ബിയിലേക്ക് വരാം. ബിയിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര? ബിയിലെത്തുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എത്ര? നോക്കണം, എ മുതൽ സി വരെ എച്ച് ആണ്, എ മുതൽ ബി വരെ എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ബി മുതൽ സി വരെയുള്ള ഹൈറ്റ് എത്ര? യെസ്, എച്ച് മൈനസ് എക്സ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mg × h മൈനസ് എക്സ്. ഓക്കെ, ബിയിലെ കൈനറ്റിക് എനർജി, ബിയിലെ കൈനറ്റിക് എനർജി mgx എന്നാണ് വരിക. ഇത് 0, ഇത് mgx, ഇത് mgh. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ mgxും mgh മൈനസ് എക്സും കൂടി ആഡ് ചെയ്താൽ mg കോമൺ ആക്കി എടുത്താൽ x + h മൈനസ് എക്സ് എന്ന് വരുമ്പോൾ x കട്ട് ചെയ്തു പോവും, mgh എന്ന് തന്നെ വരും. ഓക്കെ, ഇനി ആകെ പഠിക്കാനുള്ളത് ഇവിടെ എങ്ങനെ mgx ആയി, ഇവിടെ എങ്ങനെ mgh ആയി എന്ന് മാത്രം. അതോടെ തീർന്നു പ്രൂഫ്. സിമ്പിളായിട്ട് പഠിക്കുക. ഓക്കെ, എന്താണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല? ½ ഓക്കെ, അപ്പോൾ ഹാഫ് വരി കഴിഞ്ഞല്ലോ. ഓക്കെ, ദെൻ അടുത്തത് ½ m എന്താ v²? v² = u² + 2as. v² = u² + 2a. u ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 0. അപ്പോൾ v² = u² + 2as u 0, പിന്നെ 2as. അപ്പോൾ v²ന് പകരം ½ m × v²ന് പകരം 2as, എക്ക് പകരം g, ഭൂമിയുടെ അട്രാക്ഷൻ കൊണ്ടാകുമ്പോൾ g. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എസിന് പകരം എക്സ്. അപ്പോൾ v² = u² + 2a u 0, 2as 2gx. അപ്പോൾ 2 വെട്ടിപ്പോയി, കഴിഞ്ഞു. ഓക്കെ, അതേപോലെ ഇവിടെ ½ m × v², v² = u² + 2as u 0, 2as 2 × എക്ക് പകരം g. എസ് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, എ മുതൽ സി വരെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച്. അപ്പോൾ 2 കട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഈ വലിയ പ്രൂഫ് നമ്മൾ നിഷ്പ്രയാസം എളുപ്പത്തിൽ 9 കാര്യങ്ങൾ ഇതങ്ങനെ പഠിച്ചു. നോക്കണം, കൈനറ്റിക് 0 mgh mgh, ഇവിടെ 0 mgh mgh, ഇവിടെ mg × h മൈനസ് എക്സ് mgx, ഇവിടെ എല്ലാം ഇപ്പോഴും mgh mgh. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, അഥവാ കൺസർവേറ്റീവ് ഫോഴ്സാണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയുടെ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ശരി. അങ്ങനെയെങ്കിൽ ഡെറിവേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രാഫ് പഠിക്കാം. നോക്കണം, വേരിയേഷൻ ഓഫ് എനർജി വിത്ത് ഹൈറ്റ് ഗ്രാഫ്. എനർജിയും ഹൈറ്റും, എനർജി y ആക്സിസിൽ എടുത്തിരിക്കുന്നു, ഹൈറ്റ് x ആക്സിസിൽ എടുത്തിരിക്കുന്നു. ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിക്കാൻ എളുപ്പമാണ്. ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് എങ്കിൽ അടുത്ത ഗ്രാഫ് ഈ രൂപത്തിൽ ഇങ്ങനെ, മറ്റൊരു ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, ഏത് ഗ്രാഫിൻ്റെ ഷേപ്പാണ് ഏത് എന്നെങ്ങനെ പഠിക്കാം? അതായത് ഇങ്ങോട്ട് വരുന്തോറും ഹൈറ്റ് കൂടല്ലേ, ഹൈറ്റ് ഇങ്ങനെ കൂടുന്തോറും ഉയരം കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. mgh എന്നല്ലേ ഫോർമുല. അപ്പോൾ ഹൈറ്റ് h ഇങ്ങനെ കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. ഓക്കെ, അപ്പോൾ ഉയരം കൂടുന്തോറും എക്സ് ആക്സിസിൽ ഇങ്ങോട്ട് വരുന്തോറും ഹൈറ്റ് കൂടുകയാണ്. ഹൈറ്റ് കൂടുന്തോറും കൂടി വരുന്നത് ഏത് എനർജിയാണ് പറ? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ പിന്നെ കുറഞ്ഞു വരുന്നത് ഏതാ? കൈനറ്റിക് എനർജി. എന്നാൽ എപ്പോഴും കോൺസ്റ്റൻ്റായി നിൽക്കുന്ന എനർജി ഏതാ? അത് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി. അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? കൈനറ്റിക് എനർജി 0 mgx mgh, കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി വരിക, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കുറഞ്ഞു വരിക. എന്നാൽ ടോട്ടൽ എനർജി, മെക്കാനിക്കൽ എനർജി സെയിം ആയി നിൽക്കുക. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, സോ ഇതോടെ എനർജി എന്നുള്ള പാർട്ട് അവസാനിപ്പിക്കാം. കൈനറ്റിക് എനർജി എന്നുള്ള ഭാഗത്തുനിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നുള്ള പാർട്ടിൽ നിന്നും പ്രോബ്ലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരു പ്രോബ്ലം നോക്കണം. എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ കൈനറ്റിക് എനർജി ഓഫ് 490 ജൂൾ. 5 കിലോഗ്രാം മാസുള്ള ബോഡിയെ 490 ജൂൾ കൈനറ്റിക് എനർജിയിൽ മേലോട്ട് പോകുന്തോറും
പൊട്ടൻഷ്യൽ എനർജി കൂടി വരും, കൈനറ്റിക് എനർജിയോ കുറഞ്ഞു വരും. മേലോട്ട് എറിഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ കുറയലടാ, അപ്പോൾ കൈനറ്റിക് എനർജിയും കുറഞ്ഞു വരും. ഫൈൻഡ് ദി ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ബിക്കംസ് ഹാഫ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ. എറിയുമ്പോൾ കൈനറ്റിക് എനർജി 490 ജൂളാണ്. മേലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പോൾ കൈനറ്റിക് എനർജി പകുതിയാവും. ഓക്കെ, ഒറിജിനൽ വാല്യൂവിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന 490ൻ്റെ പകുതി, 490ൻ്റെ പകുതി പറഞ്ഞാൽ 245 അല്ലേ. അപ്പോൾ 490 ജൂൾ എനർജി 245 ജൂൾ കൈനറ്റിക് എനർജി ആയി മാറുന്നത് എത്ര ഹൈറ്റ് എത്തുമ്പോഴാണ്? ഇതാണ് ചോദ്യം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോഡിയെ നമ്മൾ 490 ജൂൾ കൈനറ്റിക് എനർജിയിൽ മേലോട്ടെറിഞ്ഞു. ഇവിടുന്ന് എറിയുമ്പോൾ കൈനറ്റിക് എനർജി 490 ജൂളാണ്. അത് എച്ച് ഹൈറ്റിലെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായി? പകുതിയായി, 245 ജൂളായി. ഓക്കെ, അപ്പോൾ ഈ കൈനറ്റിക് എനർജി കുറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ആ എനർജി എവിടെ പോയി? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയായി മാറി. പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പോൾ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ ചേഞ്ച് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് മാറിപ്പോയി. എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറി ചെയ്യുള്ളൂ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് വന്നു എന്നാൽ അത്രയും ചേഞ്ച് പൊട്ടൻഷ്യൽ എനർജിക്ക് വന്നിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി കുറയാണോ എന്നാൽ പൊട്ടൻഷ്യൽ എനർജി കൂടിയിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി കൂടിയോ എന്നാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ രണ്ടിലും ചേഞ്ച് സെയിം ആയിരിക്കും. എത്രയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? 490 എന്നുള്ളത് 245 ആയി. അപ്പോൾ ചേഞ്ച് 245 അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh അല്ലേ. ഇവിടെ ഹൈറ്റ് 0, പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgh മൈനസ് 0 mgh. ഓക്കെ, അപ്പോൾ 245 ഈസ് ഈക്വൽ ടു mgh. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, മാസ് 5 ആണ്. ജി 9.8 ആണ് എടുക്കേണ്ടത്, ഞെട്ടാൻ എടുത്താലും കുഴപ്പമില്ല, ഇൻറ്റു എച്ച്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 245 എന്ന് വരും. അപ്പോൾ ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു 245 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10 എന്നെഴുതാം. 5 വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ എത്രയായി? 4 ഇൻറ്റു 5 20, പിന്നെ ബാക്കി റിമൈൻഡർ 4 ആണ്. 45ൽ 9 ഇൻറ്റു 5 45. അപ്പോൾ 49 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 4.9 മീറ്റർ എന്ന് കിട്ടും. ഇത്രയും ഹൈറ്റിലേക്ക് എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജി പകുതിയാവും. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ വേറെയും മക്കൾ ചെയ്ത് പഠിക്കണം. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ ടോപ്പിക്കായ എനർജി എന്നുള്ള സെഷൻ നമ്മൾ വൃത്തിക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മക്കൾ പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. എനർജിക്ക് ശേഷം നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പവർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ചെറിയ ടോപ്പിക്കാണ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ എന്നുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നത്. സോ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് പവർ? നമ്മൾ ഡെയിലി ലൈഫിൽ എന്താ എനർജി, എന്താ പവർ ഒക്കെ നമ്മൾ ഒരേ മീനിങ്ങിൽ പറയും. പക്ഷേ സത്യത്തിൽ ഫിസിക്സിൽ അതെല്ലാം വ്യത്യാസമുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി അല്ലെങ്കിൽ ഒരാൾ എത്ര സമയം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പവർ കൂടുതലാണെന്ന് പറയും. എങ്ങനെ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ്, ഒരു ബൾബോ മറ്റോ ആവട്ടെ, കുറഞ്ഞ സമയം കത്തുകയാണ്, നമ്മളത് പ്രവർത്തിപ്പിക്കണം. കുറച്ച് സമയം പ്രവർത്തിപ്പോഴേക്കും കൂടുതൽ വൈദ്യുതോർജ്ജം അത് ചിലവാക്കുകയാണെങ്കിൽ, കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, കൂടുതൽ കറണ്ട് ചിലവാക്കുക നമ്മൾ സംസാര ഭാഷയിൽ പറയും. കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുക, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുക, ഇവർക്ക് നമ്മൾ പവർ കൂടുതലാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് പവർ കൊണ്ട് ഉദ്ദേശിച്ചത്? പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ പവറിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. എന്താണ് പവറിൻ്റെ ഡെഫിനിഷൻ നോക്കണം. പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ദി വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. പവർ ഈസ് ദി വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. എന്താ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, 1 മിനിറ്റ്, 1 അവർ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ, 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ, 1 മിനിറ്റ് കൊണ്ട്, 1 മണിക്കൂർ, SI യൂണിറ്റ് സെക്കൻഡ് ആണല്ലോ, അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്ക്. ഓക്കെ, അതാണ് പവർ ആയി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ പവറിൻ്റെ ഡെഫിനിഷൻ പറയാം, ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. അങ്ങനെയെങ്കിൽ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പറ, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, അല്ലെങ്കിൽ എനർജി ബൈ ടൈം, അങ്ങനെയും പറയാം. ഓക്കെ, എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം, വർക്ക് ബൈ ടൈം ആയിക്കോട്ടെ. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ഡെഫിനിഷൻ പഠിക്കുക, വർക്ക് ബൈ ടൈം എന്ന് ഫോർമുല പഠിക്കുക. ഇനി അതല്ലെങ്കിൽ ഈ വർക്ക് ഡൺ കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ F.S എന്നൊക്കെ പഠിച്ചില്ലേ?
ബൈ ടൈം എന്ന് എഴുതാം. അതിൽ ഈ എസ് ബൈ ടി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി അല്ലേ. അപ്പോൾ എഫ് ഡോട്ട് വി അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. സോ വർക്ക് ഡൺ കാണാൻ രണ്ടാമത്തെ ഫോർമുല പറ, എഫ് ഡോട്ട് വി അതല്ലെങ്കിൽ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കിക്കോളൂ, സോറി ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി, എഫ് ഡോട്ട് വി. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായി ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. സോ പവർ കാണാനുള്ള ഫോർമുല പറ, വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. ശരി, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് പവർ. വർക്ക് ബൈ ടൈം, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജൂൾ സെക്കൻഡ് റൈസ് ടു -1 അല്ലെങ്കിൽ W. എന്താ W? സയൻറ്റിസ്റ്റിൻ്റെ പേര് പറ, വാട്ട്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് എന്താ? 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാട്ടാണ്. പവറിൻ്റെ ഡയമെൻഷൻ, ഇതിനു മുമ്പ് ഈ വാട്ട് എന്നത് SI യൂണിറ്റ് ആണ്. എന്താ, ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. നമ്മൾ മോട്ടോറുകളുടെയൊക്കെ പവർ പറയുമ്പോൾ HP പറയണം. HP എന്താ? HP ഹോഴ്സ് പവർ, കുതിരശക്തി. അപ്പോൾ അനദർ യൂണിറ്റ് ശ്രദ്ധിക്കുക, പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. പവറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് HP. ഓക്കെ, HP ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ. എന്താ? HP ഹോഴ്സ് പവർ, ഹോഴ്സ് പവർ. അപ്പോൾ HP തന്നാൽ അതിനെ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയണം. 1 HP ഇസ് ഈക്വൽ ടു 746 വാട്ട് എന്നാണ്. 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്. ഒരു HP പറഞ്ഞാൽ 746 വാട്ട്. അപ്പോൾ HP തന്ന വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 746 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ടിൽ തന്നതിനെ HP കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലോ, അപ്പോൾ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പവർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, മറക്കരുത്. വർക്കും എനർജിയും പവറും എല്ലാം സ്കേലാറാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. സ്കേലാർ വെക്ടർ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിലെ വർക്ക്, എനർജി, പവർ എല്ലാം 3 പേരും സ്കേലാറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ പവർ എന്നുള്ള ഭാഗത്ത് സിമ്പിളായി ബേസിക്കായി ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് പവറിൻ്റെ ഡെഫിനിഷൻ, പവറിൻ്റെ ഫോർമുല, പവറിൻ്റെ യൂണിറ്റ്, അതേപോലെ SI യൂണിറ്റ് കൂടാതെ മറ്റൊരു യൂണിറ്റ് കൂടി പഠിക്കും. ഓക്കെ, ചിലപ്പോഴൊക്കെ ഈ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലമൊക്കെ പവറിൽ ചോദിക്കാറുണ്ട്. ഒരു മോട്ടോറിൻ്റെ, ഒരു എഞ്ചിൻ്റെയൊക്കെ എഫിഷ്യൻസി എങ്ങനെ കാണുക എന്നൊക്കെ. എഫിഷ്യൻസി കാണാൻ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്നാണ് ഫോർമുല. അതായത് ഇപ്പോൾ ഒരു വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറൊക്കെ ആവട്ടെ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ അതിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, അത് മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി, ഔട്ട്പുട്ട് എനർജി മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇൻപുട്ട് പവർ ഇലക്ട്രിക്കൽ പവർ, ഔട്ട്പുട്ട് പവർ മെക്കാനിക്കൽ പവർ. അപ്പോൾ എഫിഷ്യൻസി എങ്ങനെ കാണുക? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ജസ്റ്റ് പറഞ്ഞത് മാത്രം. ചിലപ്പോഴൊക്കെ പ്രോബ്ലത്തിൽ കാണാറുള്ള ഒരു വാക്കാണ് എഫിഷ്യൻസി ഓഫ് എ മോട്ടോർ അല്ലെങ്കിൽ എൻജിൻ എന്നൊക്കെ. എഫിഷ്യൻസി എങ്ങനെ കാണുക പറയും? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഏതാണ് പവർ കാണാൻ ഫോർമുല എന്ത് തന്നെ പറ, വർക്ക് ബൈ ടൈം, മെക്കാനിക്കൽ പവർ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. സോ പവറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് വരാറുള്ളൂ. പ്രോബ്ലം ചോദിക്കാറുണ്ട്. പവറുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. എന്താ പറയുക? an elevator can carry, elevator എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്, can carry a maximum load of 1800 കിലോഗ്രാം. എലിവേറ്ററിൻ്റെയും അതിനകത്തുള്ള പാസഞ്ചേഴ്സിൻ്റെയും കൂടി മാസാണ് 1800 കിലോഗ്രാം. ഇനി ആ എലിവേറ്റർ, ആ ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ലിഫ്റ്റ്, ആ ലിഫ്റ്റിലും അതിനകത്തുള്ള യാത്രക്കാരുടെയും കൂടി ടോട്ടൽ മാസ് 1800 കിലോഗ്രാം. ആ ലിഫ്റ്റ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വെലോസിറ്റിയിൽ പറയണം? 2 മീറ്റർ പെർ സെക്കൻഡ്. ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദി മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. മേലോട്ട് പോകുന്ന ലിഫ്റ്റിന്മേൽ താഴോട്ട് ഫ്രിക്ഷൻ, മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ, അതെ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ. ഡിറ്റർമൈൻ ദി മിനിമം പവർ ഡെലിവേർഡ് ബൈ ദി മോട്ടോർ ടു ദി എലിവേറ്റർ. ഈ ലിഫ്റ്റ്, ഈ എലിവേറ്റർ മേലോട്ട് പൊക്കാൻ ആ ലിഫ്റ്റിൻ്റെ മോട്ടോർ എന്തുമാത്രം പവർ ചിലവാക്കേണ്ടതുണ്ട്? ഓക്കെ, എത്രത്തോളം പവറാണ് ചിലവാക്കേണ്ടത് എന്നുള്ളത്. ആ പവർ വാട്ട് എന്ന യൂണിറ്റിലും എഴുതണം, ആസ് വെൽ ആസ് ഇൻ ഹോഴ്സ് പവർ, 2 യൂണിറ്റിലും ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ലിഫ്റ്റ് ശ്രദ്ധിക്കണേ. ഇതാണ് ആ എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് കരുതുക. ഇതിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ പാസഞ്ചേഴ്സിൻ്റെ ലിഫ്റ്റിൻ്റെ ആകെക്കൂടി മാസ് 1800 കിലോഗ്രാം ആണ്. ഈ ലിഫ്റ്റ് ആകട്ടെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സ്പീഡിലാണ് പോണത്? 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മേലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ ലിഫ്റ്റിന്മേൽ ഏതൊക്കെ ഫോഴ്സുകളുണ്ട്? ഒന്ന് ലിഫ്റ്റിൻ്റെയും അതേപോലെ പാസഞ്ചേഴ്സിൻ്റെയും വെയിറ്റ്. എന്താ വെയിറ്റ് കാണാനുള്ള ഫോർമുല? mg. ഓക്കെ,
അതോടൊപ്പം ലിഫ്റ്റ് മേലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ടുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയേ പറ 4000 ന്യൂട്ടൺ. ഓക്കെ, 4000 ന്യൂട്ടൺ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൂടാതെ mg എന്ന വെയിറ്റും കൂടി താഴോട്ടുണ്ട്. അപ്പോൾ താഴോട്ട് mg എന്ന വെയിറ്റും ഉണ്ട്, 4000 ന്യൂട്ടൺ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അങ്ങനെയെങ്കിൽ മേലോട്ട് എത്ര ഫോഴ്സ് കൊടുക്കണം ഈ ലിഫ്റ്റിനെ പൊക്കണമെങ്കിൽ? താഴോട്ട് വെയിറ്റും 4000 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മേലോട്ട് താഴോട്ടുള്ള ഫോഴ്സിന് ഈക്വൽ ഫോഴ്സെങ്കിലും തിരിച്ച് മേലോട്ട് കൊടുക്കണ്ടേ മിനിമം. ഓക്കെ, അപ്പോൾ ഈ ലിഫ്റ്റ് മേലോട്ട് പൊക്കണമെങ്കിൽ മിനിമം ആ ലിഫ്റ്റിൻ്റെ മോട്ടോർ മേലോട്ട് എത്ര ഫോഴ്സ് കൊടുക്കണം, താഴോട്ട് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സെങ്കിലും മിനിമം കൊടുക്കണം. ഓക്കെ, അപ്പോൾ മേലോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി തരും ചെയ്തു. അപ്പോൾ പവർ എങ്ങനെ കാണാം? പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഏതാ ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഞാൻ FF എന്ന് എഴുതട്ടെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇൻറ്റു വെലോസിറ്റി എന്നെഴുതി. ഈ mg എന്ന് പറയുമ്പോൾ മാസ് 1800, ജിയുടെ വാല്യൂ 9.8 ആണ്. ഞാനൊരു 10 എടുക്കട്ടെ എളുപ്പത്തിന്. അങ്ങനെ വരുമ്പോൾ 1800 ആണ് മാസ്. ജി ഇൻറ്റു 10 അറിയുമ്പോൾ ഒരു 0 കൂടി 18000 ആയി. പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ഇൻറ്റു വെലോസിറ്റി എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 18,000 പ്ലസ് 4,000 എന്ന് പറയുമ്പോൾ 22,000 എന്നായി. ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 44,000. ഇത് ഏത് യൂണിറ്റിലാണ് പറ? വാട്ട്. ഓക്കെ, SI യൂണിറ്റ് അല്ലേ ഇതൊക്കെ. അപ്പോൾ അത് വാട്ടിലാണ് നമ്മൾക്ക് ആൻസർ കിട്ടിയത്. ഇനി അതിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക? പറയൂ. പവർ ഇസ് ഈക്വൽ ടു വാട്ടിൽ കിട്ടിയതിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ആൻസർ 58.98 മറ്റോ കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് അല്ലേ എന്നുള്ളത്. 58.98 HP എന്ന് കിട്ടും. ഓക്കെ, സോ പവർ എന്നുള്ള ചെറിയ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് സമയത്തിനനുസരിച്ച് കഴിയുന്നത് പോലെ ചെയ്ത് നോക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സ്കേലാർ പ്രൊഡക്റ്റ് കഴിഞ്ഞ്, വർക്ക് കഴിഞ്ഞ്, എനർജി കഴിഞ്ഞ്, പവറും കഴിഞ്ഞ്, അങ്ങനെ അവസാനം കൊളീഷൻസ്. ഓക്കെ, കൊളീഷൻസ് എന്ന ടോപ്പിക്കോട് കൂടി വർക്ക്, എനർജി, പവർ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ് ഈ കൊളീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊളീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി ഇടിക്കുക, കൂട്ടിമുട്ടുക എന്നൊക്കെ പറയും. ഡെയിലി ലൈഫിൽ നമുക്ക് അറിയാവുന്ന കൊളീഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പെണ്ണ് താഴോട്ടിട്ടുള്ള അത് താഴെ പോയി ഇടിക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ ക്യാരം കോയിനുകൾ കളിക്കുന്ന സമയത്ത് ഓരോ കോയിൻ മറ്റൊരു കോയിനെ ഇടിക്കുന്നു, ബില്ലിയാർഡ് ബോൾസ് ഇടിക്കുന്നു. ഇങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് കൊളീഷനുകൾ അറിയാം. പക്ഷെ കൊളീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്നത് രണ്ടോ അതിലധികമോ വസ്തുക്കൾ പരസ്പരം ടച്ച് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഒക്കെ രണ്ടുപേരും മൂവി അല്ലെങ്കിൽ ഒരാളെങ്കിലും മൂവ് ചെയ്ത് വന്ന് ഒരാൾ മറ്റൊരാളെ തൊടുക, ഇടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടച്ചിങ്, ഒരു കോണ്ടാക്റ്റ്, ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഇത് നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ ഫിസിക്സ് അനുസരിച്ച്, ഫിസിക്സിൽ, മെക്കാനിക്സിൽ കൊളീഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ മോഷന് മറ്റൊരാളുടെ പ്രസൻസ് കാരണം ഒരു ചേഞ്ച് വന്നാൽ മതി. അതായത് ഇങ്ങനെ വരികയാണ് ഒരുത്തൻ, മറ്റൊരുത്തൻ റെസ്റ്റിലോ അല്ലെങ്കിൽ മൂവിയിലോ ആവട്ടെ, ഇങ്ങനെ വരുന്നവൻ്റെ മോഷന് ഇവനുള്ളത് ഈ രണ്ടാമത്തെ ബോഡി ഇവിടെ ഉള്ളത് കാരണം ഇവൻ്റെ മോഷൻ എന്തെന്ന് ചേഞ്ച് വരും, സഡനായിട്ടൊരു ചേഞ്ച് വരും. ഇവൻ വന്ന് ഇവനെ ഇടിക്കുമ്പോൾ ഇവൻ്റെ മോഷൻ സ്റ്റോപ്പ് ആവുന്നു, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇടിച്ച് വേറെ ഡയറക്ഷനിൽ പോകുന്നു, ഇവൻ്റെ വെലോസിറ്റി കുറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, സഡനായി ഒരാളുടെ വെലോസിറ്റിക്ക്, മോഷന്, അയാളുടെ പാത്തിന് ഒരു ചേഞ്ച് വന്നാൽ, മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് കാരണം ചേഞ്ച് വന്നാൽ അവിടെ കൊളീഷൻ നടന്നു എന്ന് പറയും. അവിടെ തൊട്ടുകൊള്ളണം എന്ന് നിർബന്ധമല്ല, അങ്ങനെയല്ല, തൊടണമെന്നില്ല. ഇപ്പോൾ ഈ ബോഡി ഇവിടെ നിൽക്കുക, ഈ ബോഡി ഇങ്ങനെ വരിക, ഇവനും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാരണവശാൽ ഇതൊരു പോസിറ്റീവ് ചാർജ് ബോഡി, ഇതും പോസിറ്റീവ്, ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അതിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെയാണെങ്കിൽ ഇത് റിപ്പൽഷൻ, ഇത് രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യുന്നവരാ. അപ്പോൾ ഇങ്ങനെ വന്നവൻ ചിലപ്പോൾ ഇവൻ്റെ റിപ്പൽഷൻ കാരണം ഇങ്ങനെ അങ്ങ് പോകും. ടച്ച് ചെയ്തോ? ഇല്ല. പക്ഷേ ഇവൻ്റെ പാത്തിന് ചേഞ്ച് വന്നില്ലേ ഇവൻ കാരണം? അങ്ങനെ ഉണ്ടായാൽ മതി. ഇടിച്ചു എന്നാണ് പറയുക ഫിസിക്സിൽ, മെക്കാനിക്സിൽ. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയുടെ പാത്തിന് വേറൊരാളുടെ പ്രസൻസ് കാരണം ചേഞ്ച് വന്നാൽ കൊളീഷൻ നടന്നു. സഡൻ ചേഞ്ച് ടു ദി പാത്ത് ഓഫ് എ മൂവിങ് ബോഡി ഡ്യൂ ടു ഇറ്റ്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ബോഡി. ഒരു ബോഡിയുടെ പാത്തിന് മറ്റൊരാളുമായുള്ള ഇൻറ്ററാക്ഷൻ കാരണം പെട്ടെന്ന് ചേഞ്ച് വന്നാൽ കൊളീഷൻ നടന്നു എന്ന് പറയും. ഓക്കെ, ശരി. എന്താണ് കൊളീഷൻ എന്നൊന്നും, കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും ചോദിക്കാൻ പതിവില്ല. പക്ഷേ
ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. 2 തരം കൊളീഷൻ ഏതൊക്കെ പറ? ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ, മറ്റത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ, മറ്റൊന്ന് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. എന്താ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷൻ. നോക്കണം, കൊളൈഡ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം? 2 പേര്. 2 പേരും റെസ്റ്റിലായ കൊളീഷൻ നടക്കും? ഇല്ല. 2 പേരും മൂവ് ചെയ്യണോ? വേണമെങ്കിൽ മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരാളെങ്കിലും മൂവ് ചെയ്യണ്ടേ ഇടിക്കണമെങ്കിൽ? മൂവ് ചെയ്യുന്നവന് കൈനറ്റിക് എനർജി ഉണ്ടാവും, മൊമെൻറ്റോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസർവ്ഡ് ആവുക. എന്താ അങ്ങനെ പറഞ്ഞാൽ? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. മൊമെൻറ്റം കൊളീഷന് മുമ്പുള്ള ടോട്ടലും ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ആകുക. അപ്പോൾ മൊമെൻറ്റം കൺസർവ്ഡ് ആയി. അപ്പോൾ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അങ്ങനെ വരുമ്പോൾ കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയി എന്ന് പറയും. ഇങ്ങനെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ബിഫോറും ആഫ്റ്ററും ടോട്ടൽ നോക്കിയ സെയിം ആണെങ്കിൽ അത്തരം കൊളീഷൻ്റെ പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ്. ഓക്കെ, ഇത്തരം ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കൊളീഷൻ ഒന്നും ഇലാസ്റ്റിക് അല്ല. ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ് കൊളീഷൻ ബിറ്റ്വീൻ ആറ്റംസ്, മോളിക്യൂൾസ്, ഇങ്ങനെയൊക്കെ പറയാം. കൊളീഷൻ ബിറ്റ്വീൻ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ആറ്റംസ് മോളിക്യൂൾസ് തമ്മിലൊക്കെ ഉണ്ടാകുന്ന കൊളീഷൻ, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന കൊളീഷനൊക്കെ ഇലാസ്റ്റിക് കൊളീഷനാണ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് കൊളീഷൻ ഏതാ? ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കൊളീഷനൊക്കെ ഇൻഇലാസ്റ്റിക്കാണ്. അവിടെ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. മൊമെൻറ്റം കൺസർവ്ഡ്, എന്നാൽ കൈനറ്റിക് എനർജി എന്തല്ല? കൺസർവ്ഡ് അല്ല. ഓക്കെ, 2 വാഹനങ്ങൾ കൂട്ടിയിടിക്കുക. കൊളീഷന് മുമ്പ് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം സെയിം ആയിരിക്കും, പക്ഷെ കൈനറ്റിക് എനർജി സെയിം ആവില്ല. ഇടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, കൈനറ്റിക് എനർജി സൗണ്ടായി പോകും. ഇടിച്ച ഭാഗങ്ങൾ ഇടിച്ച ഉടനെ തൊട്ട ചൂടുണ്ടാവും, അല്പം കൈനറ്റിക് എനർജി ഹീറ്റായിട്ട് പോകും. ലൈറ്റ്, ചിലപ്പോൾ മെറ്റൽ ബോഡികളൊക്കെ തമ്മിൽ ഉരസുമ്പോൾ സ്പാർക്കിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ലൈറ്റായിട്ട് പോകും. കൈനറ്റിക് എനർജി ബിഫോറും ആഫ്റ്ററും ഈക്വൽ ആവില്ല. മൊമെൻറ്റം ഏത് കൊളീഷനിലും എന്തായിരിക്കും? ബിഫോറും ആഫ്റ്ററും ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്, എന്നാൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. അങ്ങനത്തെ കൊളീഷനാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതിന് കൊളീഷൻ ബിറ്റ്വീൻ വെഹിക്കിൾസ്, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരം കോയിൻ, ബില്ലിയാർഡ് ബോൾസ്, ഇതൊക്കെ പറയാം. കൊളീഷൻ ബിറ്റ്വീൻ 2 വെഹിക്കിൾസ് എക്സാമ്പിളായിട്ട് അങ്ങനെ അതും നമ്മൾ സാധാരണ കാണുന്ന കൊളീഷനൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനേ കറക്റ്റായിട്ടുള്ളൂ. ഇനി മൂന്നാമത് സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മൂന്നാമതായി എണ്ണണം എന്നില്ല, 2 ടൈപ്പ് എണ്ണിയാൽ മതി. എന്നാൽ ഈ ഇൻഇലാസ്റ്റിക്കിൽ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്. സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്രധാനമായും ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് എന്നേ പറയാറുള്ളൂ. ആ ഇൻഇലാസ്റ്റിക്കിൽ പെടുന്ന ഒരു പ്രത്യേക തരം കൊളീഷനാണ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്. അതെന്താ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്? ചില വസ്തുക്കൾ കൊളീഷനോട് കൂടി അങ്ങ് ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരു പക്ഷേ അവർ മൂവ് ചെയ്യാം ഒന്നിച്ച്, അതല്ലെങ്കിൽ മൂവ് ചെയ്യാതിരിക്കും. ഒരു ചെളിക്കട്ട എടുത്ത് ഞാൻ ചുമരിലേക്ക് എറിഞ്ഞു, ചുമരിൽ ആ ചെളിക്കട്ട പറ്റി പിടിച്ചു. ആ കൊളീഷനോട് കൂടി അവർ ദേ ആർ സ്റ്റിക്ക് ടുഗദർ. ഓക്കെ, പിന്നെ മോഷനേ ഇല്ല, കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മരക്കട്ടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബുള്ളറ്റ് ഫയർ ചെയ്യുക. ബുള്ളറ്റ് ചീറിപ്പാഞ്ഞ് മരക്കട്ടയിലേക്ക് തുളച്ച് കയറിയിട്ട് പിന്നെ ആ ബുള്ളറ്റ് മരക്കട്ടകൾ ഒരുമിച്ച് പോകുക. ഒരുമിച്ച് പോകുമ്പോൾ ബുള്ളറ്റ് പോയ സ്പീഡ് ഉണ്ടാവുമോ? ഇല്ല, കൈനറ്റിക് എനർജി നന്നായി നഷ്ടപ്പെടും. അങ്ങനെ 2 പേരും കൂടി ഒന്നിച്ച് നീങ്ങുക, ഒട്ടിപ്പിടിക്കുക. അത്തരം കൊളീഷൻ എന്ന് പറയും കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് കൊളീഷൻ എന്ന് മനസ്സിലാക്കി. ഇൻഇലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 1 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷണൽ കൊളീഷൻ എന്താണ്? ഒന്നുമില്ല. 1 ഡയമെൻഷണൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, 2 ഡയമെൻഷണൽ മോഷൻ ഇൻ എ പ്ലെയിൻ, ഇതറിയാലോ. 1 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യുന്ന ബോഡികൾ കൊളീഷന് മുമ്പും ശേഷവും ഒരേ ലൈനിൽ സഞ്ചരിക്കണം. കൊളീഷന് മുമ്പ് ശേഷവും കൊളൈഡ് ചെയ്യുന്നവർ ഒരേ ലൈനിൽ. ഇപ്പോൾ ഞാൻ വരച്ച് കാണിക്കാം. ഇതൊരു ബോഡി, ഈ ബോഡി എന്ത് ചെയ്യാണ്? ഇങ്ങനെ പോയി. അടുത്ത ബോഡി ഇതാ, ആ ബോഡിയും ഇതേ ഡയറക്ഷനിൽ പോവുക. രണ്ടാളും കൊളീഷന് മുമ്പ് ഒരേ ലൈനിൽ, കൊളീഷന് ശേഷവും 2 പേരും എന്ത് ചെയ്യുക? അതേ സ്ട്രെയിറ്റ് ലൈനിൽ പോവുക. കൊളീഷന് മുമ്പും ശേഷവും ഒരേ ലൈനിൽ എന്തു പറയും? 1 ഡയമെൻഷണൽ കൊളീഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളീഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ? ഒരേ ലൈനിലല്ല, ഒരേ പ്ലെയിനിലാവുക. ഇപ്പോൾ ക്യാരം കോയിനുകളൊക്കെ കണ്ടില്ലേ? ആ ക്യാരം ബോർഡ്, ആ ബോർഡിൻ്റെ പ്ലെയിനിലൂടെ കോയിൻ ഇങ്ങനെ അടിച്ചാൽ ആ പ്ലെയിനിലൂടെ പോയി ഇടിക്കും. ഇടിക്ക് ശേഷം അതേ ബോർഡിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരേ ലൈനിലല്ല, ഒരേ പ്ലെയിനിലാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ബോഡി, ആ ബോഡി വന്നിട്ട് ഇങ്ങനൊരു ബോഡിയെ ഇടിക്കുകയാണ്. ഇടിക്ക് ശേഷം പിന്നെ ഒരാൾ ഈ ഡയറക്ഷനിൽ പോയി, മറ്റേ ആൾ ഇങ്ങനെ പോയി. ഓക്കെ, ഇത് 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയും. ഒരേ പ്ലെയിനിലാണ്, ഒരേ ലൈനിലല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് 1 ഡയമെൻഷണൽ കൊളീഷൻ, 2 ഡയമെൻഷണൽ കൊളീഷൻ.
എക്സാമിന് ചോദിക്കാനുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആണ് ആരെല്ലാം? എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആണ് മൊമെൻറ്റം. എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആണ് ആര്? കൈനറ്റിക് എനർജി അല്ല, ടോട്ടൽ എനർജി. സോ മൊമെൻറ്റം ആൻഡ് ടോട്ടൽ എനർജി ആർ കൺസർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻസ്. എല്ലാ തരം കൊളീഷനിലും കൺസർവ്ഡ് ആണ് മൊമെൻറ്റവും ടോട്ടൽ എനർജിയും. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് കൊളീഷൻ? 2 ടൈപ്പ് കൊളീഷൻ അല്ലെങ്കിൽ 3 ടൈപ്പ് കൊളീഷൻ ഏതൊക്കെയാണ്? അതിനൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു. 1 ഡയമെൻഷണൽ കൊളീഷൻ, 2 ഡയമെൻഷണൽ കൊളീഷൻ പഠിച്ചു. എല്ലാ കൊളീഷനിലും കൺസർവ്ഡ് ആയിട്ടുള്ള 2 ആളുകൾ ആരൊക്കെ? ഈ തിയറി പാർട്ടിൽ നിന്ന് ധാരാളം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഫോർമുല ഡിറൈവ് ചെയ്ത് പഠിക്കാം. ഈ ചാപ്റ്ററിലെ 4ാമത്തെ ഡെറിവേഷൻ ഏതാ? കൊളീഷൻ 1 ഡയമെൻഷണൽ. കൊളീഷന് മുമ്പും ശേഷവും ഒരേ ലൈനിൽ. ഏത് കൊളീഷൻ? ഇലാസ്റ്റിക്. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ്. ഡയഗ്രം നോക്ക് നിങ്ങൾ. m1 മാസ് ഉള്ള ബോഡി u1 വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ m2 മാസ് ഉള്ള ബോഡിയോ u2 എന്ന വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ കൊളീഷൻ, കൊളീഷന് മുമ്പ്. ഓക്കെ, അതിൽ ഈ ബാക്കിൽ വരുന്ന m1 എന്ന മാസുള്ള ആൾക്കാണ് വെലോസിറ്റി കൂടുതൽ, എന്നാലല്ലേ മുന്നിൽ പോയിട്ട് ഇടിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ പോയി ഇടിച്ചു. അപ്പോൾ ഇവൻ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് മുന്നിലുള്ളവനുമായി എന്ത് ചെയ്തു? ഇടിച്ചോടാ. ഇടിക്ക് ശേഷം 2 പേരും അതേ ലൈനിൽ പോയി. ഇവൻ പോയ വെലോസിറ്റി v1, ഇവൻ പോയ വെലോസിറ്റി v2. ഇത് ബിഫോർ കൊളീഷൻ, ഇത് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷം വെലോസിറ്റി v1 v2, കൊളീഷന് മുമ്പ് u1 u2. ഓക്കെ, ഇനി എന്താ ഇവിടെ ഡിറൈവ് ചെയ്ത് പഠിക്കാനുള്ളത്? കൊളീഷന് മുമ്പുള്ള ഇവരുടെ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ്. ഏതാ വെലോസിറ്റി വലുത്? u1. ഓക്കെ, ഏതാ ചെറുത്? u2. അപ്പോൾ ആ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? u1 മൈനസ് u2. ഡിഫറൻസ് ഇൻ വെലോസിറ്റീസ് ബിഫോർ കൊളീഷൻ. ഓക്കെ, ആഫ്റ്റർ കൊളീഷൻ v2 ആയിരിക്കും വലുത്. ഓക്കെ, അപ്പോൾ v2 മൈനസ് v1. ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇങ്ങനെ പോകുമ്പോൾ v2 വലുതാവും. ഓക്കെ, അപ്പോൾ u1 മൈനസ് u2, v2 മൈനസ് v1. ഡിഫറൻസ് ഇൻ വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഈ 2 വെലോസിറ്റികളുടെയും ഡിഫറൻസ്, വെലോസിറ്റികളല്ല, വെലോസിറ്റികളുടെ ഡിഫറൻസ് ഇത് ഈക്വൽ ആയിരിക്കും. അഥവാ u1 മൈനസ് u2 ഈസ് ഈക്വൽ ടു v2 മൈനസ് v1. ഏത് കൊളീഷനിൽ? 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനിൽ u1 മൈനസ് u2 ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ആയിരിക്കും. ഇതിനെ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ എന്നും പറയും. എന്ത് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള ആ ടോപ്പിക് ഇപ്പോൾ മോഷന് സ്ട്രെയിറ്റ് ലൈനിലോ പ്ലെയിനിലോ ഇല്ല, എന്നാലും പുസ്തകത്തിൽ പറയുന്നൊരു ടേം ഈ ഡിഫറൻസ് ഇൻ വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ പ്രൂഫിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. നോക്കിക്കോളൂ. പ്രൂഫിന് വേണ്ടി ആദ്യം നിങ്ങൾ ഈ കാണിച്ച ഡയഗ്രം വരക്കണം. സിമ്പിളാണ്, ഒരേ ലൈനിൽ കാണിച്ചാൽ മതി. m1 m2 u1 u2, m1 m2 v1 v2. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈക്വൽസ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പറയും u1 മൈനസ് u2 ഈസ് ഈക്വൽ ടു v2 മൈനസ് v1. പിന്നെ ബിഫോർ കൊളീഷനെ അപ്രോച്ച് എന്ന് പറയും. കൊളീഷന് മുമ്പ് അവർ അടുക്കല്ലേ, എന്നാൽ കൊളീഷന് ശേഷം അകലെയാണ്. അപ്പോൾ ബിഫോർ കൊളീഷനെ അപ്രോച്ച് എന്നും ആഫ്റ്റർ കൊളീഷനെ സെപ്പറേഷൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും. അതൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തിൽ അത്തരം വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, എന്നാൽ പ്രൂവ് ചെയ്യാം. ഈ പ്രൂഫിന് ഇതുവരെ പഠിച്ച ഡെറിവേഷൻ പോലെയല്ല, കുറച്ച് സ്റ്റെപ്പ് അധികമുണ്ട്. പക്ഷേ എഴുതി വരുമ്പോൾ സിമ്പിളായിരിക്കും, എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. നോക്കാം. ആദ്യം മൊമെൻറ്റം കൺസർവേഷൻ. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ അല്ലേ? അത് വെച്ച് നമ്മൾ ഇക്വേഷൻ എഴുതാൻ. മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണല്ലോ. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ മൊമെൻറ്റം കൺസർവേഷൻ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ഇക്വേഷൻ എഴുതുന്നത്. സോ മൊമെൻറ്റം കൺസർവേഷൻ. ഓക്കെ, ഇങ്ങനെ മൊമെൻറ്റം കൺസർവേഷൻ എന്ന് എഴുതൊന്നും വേണമെന്നില്ല. മൊമെൻറ്റം കൺസർവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാമതായി നോക്കണം. ഓരോരുത്തരുടെയും മൊമെൻറ്റം എത്രയെന്ന് പറയാം. ഓക്കെ, ഓരോരുത്തരുടെയും മൊമെൻറ്റം ഇതാ. ഇവൻ്റെ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ മൊമെൻറ്റം. അപ്പോൾ m1 u1, ഇവൻ്റെതോ m2 u2, ഇത് m1 v1, ഇതോ m2 v2. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മൊമെൻറ്റം കൺസർവേഷൻ വെച്ചുകൊണ്ട് ഒന്നാമത്തവൻ്റെ മൊമെൻറ്റം m1 u1 പ്ലസ് രണ്ടാമത്തവൻ്റെ മൊമെൻറ്റം m2 u2
ഈസ് ഈക്വൽ ടു ഒന്നാമത്തവൻ്റെ മൊമെൻറ്റം കൊളീഷന് ശേഷം m1v1 പ്ലസ് രണ്ടാമത്തവൻ്റെ മൊമെൻറ്റം m2v2. ഓക്കെ, അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി കൺസർവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണല്ലോ. കൈനറ്റിക് എനർജി കൺസർവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ആദ്യത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് m1u1 പ്ലസ് രണ്ടാമത്തവൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് m2u2 ഈക്വൽ ടു കൊളീഷന് ശേഷം പറ ഹാഫ് m1v1 പ്ലസ് ഹാഫ് m2v2. എല്ലാത്തിലും ഹാഫ് കോമൺ ആണ്, ഹാഫ് അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് 1 ഒക്കെ ഒരു സൈഡ് കാക്കുക, 2 ഒക്കെ ഒരു സൈഡ്. അപ്പോൾ ഇവിടെ m1u1, ഇനി അടുത്ത 1 m1v1 അത് ഇങ്ങോട്ട് എടുത്താൽ മൈനസ് m1v1 ഈക്വൽ ടു റൈറ്റ് സൈഡ് m2v2, ഈ പ്ലസ് m2u2 അങ്ങോട്ട് വരുമ്പോൾ മൈനസ് m2u2. ഇവിടെ അതേപോലെ m1u1 ഈ m1v1 ഇങ്ങോട്ട് വന്നാൽ മൈനസ് m1v1 ഈക്വൽ ടു ഇവിടെ ആരുണ്ട് m2v2 മൈനസ് ഈ m2u2 അങ്ങോട്ട് വരുമ്പോൾ മൈനസ് m2u2. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ്, രണ്ടിലും m1 കോമണാണ്. m1 കോമൺ ആകുമ്പോൾ ബാക്കി ആര് വരും? u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു ഇവിടെ m2 കോമൺ, m2 ഇൻറ്റു v2 മൈനസ് u2. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നെഴുതും. ഇവിടെ അതേപോലെ m1 കോമൺ ആക്കി എടുക്കുക. അപ്പോൾ ബ്രാക്കറ്റിൽ u1 മൈനസ് v1 ഈക്വൽ ടു m2 കോമൺ ആക്കി എടുത്താൽ v2 മൈനസ് u2. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഉണ്ടാക്കിയെടുത്തു. ഇനി വളരെ സിമ്പിളായി, ഇതൊരു 3 വരി 4 വരിയൊക്കെ എഴുതാനുണ്ട് ഓരോ സെഷനിലും, പക്ഷേ എഴുതാൻ എളുപ്പമല്ലേ. ഇനി ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 അത് ചെയ്താൽ ആൻസറായി. എന്നാൽ ഇക്വേഷൻ നമ്പർ 2വിൻ്റെ ലെഫ്റ്റ് സൈഡ് പറയും. ഇക്വേഷൻ നമ്പർ 2വിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? m1 ഇൻറ്റു u1 മൈനസ് v1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് സൈഡോ m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2ൻ്റെ റൈറ്റ് സൈഡ് പറയും m2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു v2 മൈനസ് u2. ഓക്കെ, ആരൊക്കെ കട്ട് ചെയ്തു പോയി? m1 കട്ട് ചെയ്തു, m2 കട്ട് ചെയ്തു. ഇനി u1 മൈനസ് v1 നിങ്ങൾക്ക് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അറിയൂ. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ മൈനസ് b സ്ക്വയറിനെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ u1 മൈനസ് v1 എങ്ങനെ എഴുതാം? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് v1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ u1 മൈനസ് v1 വെട്ടിക്കളയാലോ, ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡ് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഏതാ റൈറ്റ് സൈഡ് പറ? v2 മൈനസ് u2 v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ v2 മൈനസ് u2. അപ്പോൾ v2 മൈനസ് u2 കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ എന്ത് കിട്ടി? u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു v2 പ്ലസ് u2 എന്ന് കിട്ടി. കഴിഞ്ഞു. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1. ഇതാ u1 ഇവിടെ ഉണ്ട്, അവിടുന്ന് u2 ഇങ്ങോട്ട് എടുക്കുക. u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ 4ാമത്തെ ഡെറിവേഷൻ, അവസാനത്തെ ഡെറിവേഷനും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇത് എഴുതുമ്പോൾ കുറച്ചുകൂടി ലെങ്തി ആയി തോന്നുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ എളുപ്പം പഠിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, സോ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇനി ഈ ചാപ്റ്ററിൽ ഇനി ബാക്കി ഞാൻ കൊളീഷനുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളല്ല, എക്സാമിന് വളരെ കുറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏരിയകളാണ്. എന്നാലും അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. അതായത് കൊളീഷന് ശേഷം ഈ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷന് ശേഷം ഈ ബോഡികൾ പോകുന്ന വെലോസിറ്റി അല്ലേ v1 v2. ആ v1 v2വിൻ്റെ ഫോർമുല ഒന്ന് ബൈ ഹാർട്ടാക്കുക. ഡെറിവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതുവരെ പഠിക്കുക. അതിനുശേഷം
കൊളീഷന് ശേഷം ഇവർ പോകുന്ന വെലോസിറ്റികളുടെ ഫോർമുല ഒന്ന് ബൈഹാർട്ടാക്കുക. ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പരമാവധി ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഒന്ന് പഠിച്ചാൽ മതി. V1 പഠിച്ചാൽ അതിൽ നിന്ന് V2 നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു അല്പം വലിയ ഫോർമുലയാണ്. നോക്കണം, M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് ഫോർമുല. ചെറിയ പ്രയാസം ഉണ്ടാവും. M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇത് നമ്മൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ അതിൽ നിന്ന് V2 പറയാം. എങ്ങനെ? ഈ 1 എന്നുള്ളതൊക്കെ 2 ആക്കുക, 2 എന്നുള്ളതൊക്കെ 1 ആക്കുക. അപ്പോൾ M1 മൈനസ് M2 എന്തായി? M2 മൈനസ് M1 ഇൻറ്റു U1 എന്നുള്ളത് U2 എന്നാക്കുക പ്ലസ് 2 അങ്ങനെ തന്നെ എഴുതണേ. M2 U2 എന്നുള്ളത് M1 U1 എന്നാക്കുക. ഡിനോമിനേറ്റർ M1 പ്ലസ് M2 പ്ലസ് M1, പിന്നെ രണ്ടും ഒന്ന് തന്നെയല്ലേ. M1 പ്ലസ് M2 എന്ന് പറഞ്ഞാലും M2 പ്ലസ് M1 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പോൾ ഈ ഫോർമുല ഒന്ന് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. എക്സാമിന് ഇന്നേ വരെ ഈ ഫോർമുല മുഴുവനായിട്ടും എഴുതാനോ അത് വെച്ചൊരു പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല പബ്ലിക് എക്സാമിന്. എന്നാലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഈ ഫോർമുല എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാനൊക്കെ പറ്റും. പക്ഷേ ആ കംപ്ലീറ്റ് ഡെറിവേഷൻ ഒന്നും പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫോർമുല ഒന്ന് ബൈഹാർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു സ്പെഷ്യൽ കേസ് നമ്മൾ പഠിക്കുക. എന്താ അറിയുങ്ങൾ? മാസ് 2 പേർക്കും സെയിം ആണെങ്കിൽ, സ്പെഷ്യൽ കേസാണ് ഈ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനിൽ ഇടിക്കുന്ന 2 പേർക്കും മാസ് സെയിം ആണെന്ന് കരുതുക. മാസ് സെയിം ആണെങ്കിൽ M1 മൈനസ് M2 M1 M2 ഈക്വൽ ആയാൽ M1 മൈനസ് M2 0 വരും, M2 മൈനസ് M1 ഒക്കെ 0 വരും. അങ്ങനെ നമുക്ക് ഈ മാസുകൾ ഈക്വൽ ആണെങ്കിൽ ഇവരുടെ വെലോസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെയ്തു നോക്കിയാൽ ഇങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ അത് അങ്ങനെ പഠിക്കണ്ട. മാസ് ഈക്വൽ ആണെങ്കിൽ കൊളീഷന് ശേഷം ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇവരുടെ വെലോസിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത്തെ ബോഡി ഇങ്ങനെ വരുന്ന വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ബോഡി ഇങ്ങനെ വരുന്ന വെലോസിറ്റി 5 ഒരാളുടെ വെലോസിറ്റി 10, മറ്റേ വെലോസിറ്റി 5. കൊളീഷന് ശേഷം ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയും ഇതേ ലൈനിൽ പോകും. പക്ഷെ വെലോസിറ്റികൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. എന്താ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എ എന്ന ബോഡി വന്ന വെലോസിറ്റി 10ഉം ബി വന്നത് 5ഉം അല്ലേ. മാസ് രണ്ടാൾക്കും സെയിം ആണെങ്കിൽ രണ്ടുപേരുടെയും വെലോസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക ചെയ്യുക. അതായത് 10ൽ വന്നവൻ പിന്നെ 5ൽ പോകും, 5ൽ വന്നവൻ പിന്നെ 10ൽ പോകും. അതാണ് ഈ എഴുതിയതിൻ്റെ മീനിങ്. അല്ലാതെ ഈ എഴുതിയത് ഇങ്ങനെ ബൈഹാർട്ടാക്കണ്ട. മാസ് 2 പേർക്കും സെയിം ആണെങ്കിൽ ദേ വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. വെലോസിറ്റികൾ പരസ്പരം കൈമാറും. ഇനി നോക്ക്, എ എന്നുള്ള ബോഡി 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വന്നു. ബി എന്നുള്ള ബോഡി മൂവ് ചെയ്യണേ ഇല്ല, റെസ്റ്റിലാണ് വിചാരിക്കും. അപ്പോൾ അവൻ്റെ വെലോസിറ്റി 0. അങ്ങനെയെങ്കിൽ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൊളീഷന് ശേഷം എന്താ സംഭവിക്കുക? ദേ വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റി. അപ്പോൾ ഇവൻ 10, ഇവൻ്റെ വെലോസിറ്റി 0. അപ്പോൾ എന്താ സംഭവിക്കുക? പറ. എ എന്ന ബോഡിയുടെ വെലോസിറ്റി പിന്നെ എന്താവും? എ എന്ന ബോഡിയുടെ വെലോസിറ്റി 0. എ എന്നുള്ള ബോഡി റെസ്റ്റിലായിരിക്കും. ബി എന്ന ബോഡി നേരത്തെ റെസ്റ്റിലായിരുന്നു, അവനിപ്പോൾ എയുടെ വെലോസിറ്റിയും വാങ്ങിപ്പോകും. ഓക്കെ, ഇടിച്ചവൻ അവിടെ നിൽക്കും, കൊണ്ടവൻ ഇടിച്ചവൻ്റെ വെലോസിറ്റിയും വാങ്ങി ഒരു റിലേ പോലെ അങ്ങ് പോകും. ഇതൊക്കെ മാസ് സെയിം ആകുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ശരി. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഈ ഏരിയൻ എക്സാമിന് അങ്ങനെ വരാറില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഈ പെർഫെക്റ്റ്ലി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ആണ്. നേരത്തെ കംപ്ലീറ്റ്ലി എന്നാണ് പറഞ്ഞത്, കംപ്ലീറ്റ്ലി എന്നാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത്. പെർഫെക്റ്റ്ലി എന്നും പറയാം. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ആട്ടോ, അതായത് കൊളീഷനോട് കൂടി ഒട്ടിപ്പിടിക്കുന്നത്. നോക്കണേ, M1 മാസുള്ള ബോഡി U1 വെലോസിറ്റിയിൽ വന്നു, M2 മാസുള്ള ബോഡി U2 വെലോസിറ്റിയിൽ വന്നു. രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നിച്ച് നീങ്ങുക. ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഇതൊരു ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. എല്ലാ കൊളീഷനിലും മൊമെൻറ്റം കൺസർവ്ഡ് ആണല്ലോ. അപ്പോൾ പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ M1 U1 പ്ലസ് M2 U2 ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എഴുതുമ്പോൾ രണ്ട് പേരും കൂടി ഒന്നിച്ചാണ് പോകണം. M1 പ്ലസ് M2 ഇൻറ്റു ഒന്നിച്ചു പോകുന്ന വെലോസിറ്റിയെ V എന്ന് എഴുതുക. ഇങ്ങനൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.
സോ അവസാന ഭാഗത്ത് ഇപ്പോൾ പറഞ്ഞ അവസാനത്തെ 2-3 സ്ലൈഡുകളിൽ കാണിച്ച ഭാഗം അങ്ങനെ എക്സാമിന് അങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ വരാറില്ല. ആ റിലേറ്റീവ് വെലോസിറ്റി ബിഫോറും ആഫ്റ്ററും ഈക്വൽ എന്നുള്ള ഡെറിവേഷനല്ലോ, അതുവരെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വർക്ക് എനർജി പവർ എന്നുള്ള 5 മാർക്കിൻ്റെ വെയിറ്റേജുള്ള 5 ടോപ്പിക്കുകളടങ്ങിയ 5ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 5 ടോപ്പിക്കുകളും വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ക്ലിയറായി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഓരോ ടോപ്പിക്കുകളും പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ഉൾപ്പെടെ ഓക്കെ എല്ലാ ഏരിയകളും ഡെറിവേഷനുകളെല്ലാം എഴുതി പഠിക്കുക. ഓക്കെ, നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ.